ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ മൈൻഡ്ഫുൾനെസ്സിൻ്റെ ദിവസമാണ് ഇന്ന്. 110ാമത്തെ മൈൻഡ്ഫുൾനെസ്സിൻ്റെ ക്ലാസ്സാണ്. തീർച്ചയായിട്ടും മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ്റെ ഓരോ ഏടുകൾ അല്ലെ, ഓരോ അധ്യായങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ്. ഇന്ന് സാർ പ്രധാനമായിട്ടും കഴിഞ്ഞ ആഴ്ചയുടെ തുടർച്ച എന്ന പോലെ ഇമോഷണൽ ഹാബിറ്റ്സ്, അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ട്രാപ്പുകളും, അതുപോലെ തന്നെ മൈൻഡ്ഫുൾനെസ്സിലൂടെ അതെങ്ങനെ പുറത്തു വരുത്താം അല്ലെങ്കിൽ എങ്ങനെ അതിനെ പരിഹരിക്കാം എന്നുള്ള വിഷയമാണ്. നമുക്ക് വളരെയധികം സന്തോഷത്തോടെ ആന്റണി സാറിനെ വെൽക്കം ചെയ്യാം. ആന്റണി സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാബ് സാർ. എല്ലാവർക്കും ഞാൻ നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. ഈ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വർഷ ആരംഭത്തിൽ, അതായത് 9 ക്ലാസ്സുകൾക്ക് മുമ്പ്, ഇന്ന് 10ാമത്തെ ക്ലാസ്സാണ്, ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ഈ ഒരു വർഷം മുഴുവനും നമ്മൾ ഒരു പ്രത്യേക വിഷയത്തെ കേന്ദ്രീകരിച്ചാണ് ക്ലാസ്സുകൾ എടുക്കുന്നതെന്ന്. അതായത് റീസെറ്റ്, റിലീസ്, റീഅലൈൻ ആൻഡ് റീഗെയിൻ എന്നുള്ളതാണ്. ലെറ്റ് ഇറ്റ് ഗോ എന്നുകൂടി അതിനകത്ത് ചേർക്കാം. പക്ഷേ ഈ 4 ആറുകളുടെ ഒരു സംയോജനമാണ് ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ ക്ലാസ്സുകൾ എല്ലാം തന്നെ ഈ ഒരു ലക്ഷ്യത്തെ ആശ്രയിച്ച് അധിഷ്ഠിതമാണ്. റീസെറ്റ്, റിലീസ്, റീഗെയിൻ ആൻഡ് റീഅലൈൻ ആൻഡ് റീഗെയിൻ. ഇത് ഇന്നത്തേത് 10ാമത്തെ ക്ലാസ് ആണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇമോഷണൽ ട്രാപ്സ് ഇൻ ഹാബിറ്റ് ഫോർമേഷൻ എന്നുള്ളതാണ്. അതായത് നമ്മൾ അറിയാതെ നമ്മളുടെ ഇമോഷണൽ ട്രാപ്പുകളിൽ നമ്മൾ പെടുന്നു. അത് നമ്മളെ ഹാബിറ്റ് ഫോർമേഷനിലേക്ക് കൊണ്ടുവരുന്നു. നമ്മളെല്ലാവരും കേരളീയരാണ്. കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒന്നാണ് ആനയെ പിടിക്കുക, മെരുക്കുക, അല്ലെങ്കിൽ എഴുന്നള്ളിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം. നിങ്ങൾക്ക് ഞാൻ ആനയെ കൊണ്ട് തടി പിടിപ്പിക്കുന്നതൊക്കെ കണ്ടിട്ടുള്ളൂ. തൃശ്ശൂർ പൂരമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. എങ്കിലും നമുക്കെല്ലാവർക്കും പരിചിതമാണ്. കാട്ടാനയെ പിടിക്കുന്ന സമയത്ത് അതിനെ വളരെയേറെ ദ്രോഹിച്ച് തന്നെയാണ് അതിനെ മെരുക്കുന്നത്. മെരുക്കാൻ വേണ്ടി കൊണ്ടുവന്ന് കഴിയുമ്പോഴേക്കും അത് രക്ഷപ്പെടാൻ വേണ്ടി സർവ്വശക്തിയും ഉപയോഗിച്ച് അതിൻ്റെ ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി അത് ശ്രമിക്കും. ആനയ്ക്ക് വളരെ ശക്തിയുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ ആ സമയത്ത് ഈ ചങ്ങലയിൽ ഇട്ടിരിക്കുന്നത് കൊണ്ട് അതിന് വേദന എടുക്കും, കാലൊക്കെ വലിക്കാൻ. അത് കഴിഞ്ഞിട്ട് അവസാനം അതിൻ്റെ തന്നെ ഉള്ളില്, അതിൻ്റെ തലച്ചോറില്, അല്ലെങ്കിൽ അതിൻ്റെ മെമ്മറിയിൽ എവിടെയെങ്കിലും അത് സേവ് ചെയ്യും. ഈ വേദന എടുക്കുന്നത് രണ്ടാമത് ഇനി വലിച്ചാൽ ഈ ചങ്ങല പൊട്ടിയേല എന്നുള്ള ഒരു ധാരണയിൽ ആന എത്തുന്നു. പിന്നീട് ഒരാനയെ സംബന്ധിച്ചിടത്തോളം ഒരു ചങ്ങല ഇട്ടിട്ട് അത് കെട്ടിയില്ലെങ്കിലും, അല്ലെങ്കിൽ അതൊരു ചെറിയൊരു ചാക്കുനൂല് കൊണ്ടോ അല്ലെങ്കിൽ ചെറിയൊരു കയറുകൊണ്ട് കെട്ടിയാലും ആനയുടെ വിചാരം ഇരിക്കുന്നത് ഇത് വലിച്ചാൽ പൊട്ടുന്നതല്ല എന്നുള്ളതാണ്. ഇതുപോലെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഹാബിറ്റ് ഫോർമേഷനിൽ പെട്ടുകഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കാതെ വരുന്നത്. നമ്മൾ ഒത്തിരി സഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ ഹാബിറ്റ് ഫോർമേഷൻ, അല്ലെങ്കിൽ നമ്മളുടെ കള്ളൻ കപ്പലിൽ തന്നെ എന്നുള്ള ആ ഒരു ധാരണ നമ്മൾക്കില്ലാതെ നമ്മൾ മറ്റു കാര്യങ്ങളിൽ, അല്ലെങ്കിൽ മറ്റ് ബാഹ്യമായ കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നു. ഭാഗ്യമെന്ന് പറയുമ്പോൾ എൻ്റെ സന്തോഷം, എൻ്റെ സംതൃപ്തി, എൻ്റെ സമാധാനം എന്നൊക്കെ പറയുന്ന ഈ ഒരു ധാരണയുടെ, അതൊരു മിഥ്യാധാരണയാണ്. ആ ധാരണയ്ക്ക് വേണ്ടി നമ്മൾ മറ്റുള്ളവരിൽ ഇടയിൽ നിന്ന് അംഗീകാരത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവരിൽ നിന്ന് കൂടുതൽ സ്നേഹം കിട്ടുന്നതിന് വേണ്ടി, സ്നേഹം പ്രതീക്ഷിക്കുന്നു, അംഗീകാരം പ്രതീക്ഷിക്കുന്നു, തെറ്റെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ബാഹ്യമായിട്ട് മറ്റുള്ളവരിൽ നിന്ന് കൂടുതൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഹാബിറ്റുകൾ, ഇമോഷണൽ, വൈകാരികമായ ശീലങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നു. നമ്മളെ തന്നെ മെരുക്കുകയാണ്. ആനയെ മെരുക്കുന്ന പോലെ നമ്മളെ തന്നെ മെരുക്കി അതിൽ നിന്ന് ഒന്നും രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കാതെ പോകുന്ന ഒരവസ്ഥയുണ്ട്. ആ ഒരു അവസ്ഥ, അല്ലെങ്കിൽ അതിൻ്റെ വിശദമായ കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ദി പർപ്പസ് എന്ന് പറയുന്നത്, ഇന്നത്തെ ടോക്കിന്റെ പർപ്പസ് എന്ന് പറയുന്നത്, ഞാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഇമോഷണൽ ഹാബിറ്റ്സ് എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നമ്മൾ സ്ട്രെസ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയും, മറ്റു വ്യക്തികളുമായിട്ട് നമ്മൾ
ഇന്ററാക്ട് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഏതെല്ലാം തരത്തിലാണ് ഇമോഷണൽ ട്രാപ്സ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ മൈൻഡ്ഫുൾനെസ് വഴി എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഹാബിറ്റിൽ നിന്ന് നമുക്ക് പുറത്തു വരാനും നമ്മളുടെ വൈകാരികമായിട്ടുള്ള അതുപോലെ തന്നെ നമ്മുടെ മസ്തിഷ്കത്തിലും ഒക്കെ റീവയർ ചെയ്ത് കൂടുതൽ ശാന്തിയും സമാധാനവും അല്ലെങ്കിൽ ഇമോഷണൽ റെസീലിയൻസ് അല്ലെങ്കിൽ വൈകാരിക പ്രശാന്തത കൂടുതൽ എങ്ങനെ അനുഭവിക്കാം എന്നുള്ളതിലേക്ക് വെളിച്ചം വീശാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പ്രധാനമായിട്ടും ഇന്ന് പറയുന്നത് വാട്ട് ഈസ് ആൻ ഇമോഷണൽ ഹാബിറ്റ് ട്രാപ്പ് എന്നുള്ളതാണ്. വാട്ട് ഈസ് എ ട്രാപ്പ് ഇൻ ഇമോഷണൽ ഹാബിറ്റ്, ദ റോൾ ഓഫ് മൈൻഡ്ഫുൾനെസ് വഴി നമുക്ക് എങ്ങനെയാണ് ഇതിനെ നമുക്ക് മാറ്റി എടുക്കാൻ സാധിക്കുന്നത്, പിന്നെ ഏതാനും ചില ഉദാഹരണങ്ങൾ. പലപ്പോഴും ഇപ്പൊ ഞാനിപ്പോൾ ഒരുപക്ഷെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരാൾക്കെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ഇമോഷണൽ ട്രാപ്പ് എന്നുള്ളത് കൊണ്ട് ചിലപ്പം ഉണ്ടാകാം അല്ലെ. അങ്ങനെ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റിയല്ല. നമ്മളെല്ലാവരും ഈ ട്രാപ്പിൽ ഈ കെണിയിൽ പെട്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് ഈ കെണി, വൈകാരികമായ കെണി എന്ന് മനസ്സിലാക്കാൻ ഒരുപക്ഷെ പെട്ടെന്ന് നമുക്ക് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. അതുപോലെ തന്നെ ഈ വൈകാരിക കെണിയിൽ നിന്നുണ്ടാകുന്ന ആ എഫക്റ്റ് എന്ന് പറയാം, നമ്മുടെ ജീവിതത്തിലെ പെരുമാറ്റത്തില് മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടാകുന്ന എന്താണ്. ദെൻ അവസാനമായിട്ട് മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് എങ്ങനെ ഈ ഇമോഷണൽ കെണിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും, അല്ലെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഒന്നാമത്തേത് വാട്ട് ഈസ് ആൻ ഇമോഷണൽ ഹാബിറ്റ്. എല്ലാവർക്കും അറിയാം, പക്ഷെ ആരെങ്കിലും ഒരാൾ പുതിയതായിട്ട് വന്നെങ്കിൽ അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇതൊരു ഡെഫിനിഷനിലേക്ക് പോകുന്നത്. അതായത് ഇമോഷണൽ ഹാബിറ്റ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ അറിയാതെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും വൈകാരികമായ നിലയിൽ റിപ്പീറ്റഡ് ആയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തികളോടോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോടോ അല്ലെങ്കിൽ വെറുതെ തന്നെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ പോലും ഇമോഷണൽ ഹാബിറ്റ് കൊണ്ട് നമ്മൾ പൊട്ടിത്തെറിക്കും. ഒന്നുമില്ല, നമ്മൾ നമ്മളുടെ ലിവിങ് റൂമിലോ ഒക്കെ ഇരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുകയായിരിക്കും. ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഇങ്ങനെ ചിന്തകൾ വന്ന് നമ്മളുടെ ആ ജീവിതത്തെ അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിനെയും അതുപോലെ തന്നെ നമ്മുടെ വൈകാരിക തലങ്ങളെയും ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു ഇതിലേക്ക് വരും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇടപെടുന്ന വ്യക്തികളോട് അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ അറിയാതെ നമ്മളുടേതായിട്ടുള്ള ഈ ഹാബിറ്റ് അല്ലെങ്കിൽ ഈ കെണികളിൽ നമ്മൾ പെട്ടുന്നു. ചിലപ്പോൾ പൊട്ടിത്തെറിക്കുന്നതായിരിക്കും, ദേഷ്യപ്പെടുന്നതായിരിക്കും, അല്ലെങ്കിൽ ചീത്ത വിളിക്കുന്നതായിരിക്കും. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള പെരുമാറ്റങ്ങൾ നമ്മൾ വളരെ കാലം കൊണ്ട് നമ്മൾ ഇങ്ങനെ ശീലിച്ചു പോയി. ആ ശീലത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നില്ല, പക്ഷെ അതിങ്ങനെ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിൽ അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. സോ വാട്ട് ഈസ് ആൻ ഇമോഷണൽ ട്രാപ്പ്? എന്താണ് ഈ വൈകാരിക ശീലം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ കെണി എന്ന് പറയുന്നത്? ഇമോഷണൽ ട്രാപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ പാറ്റേൺസ് ഓഫ് തോട്ട് ആണ്. ഏതെങ്കിലും തരത്തിലുള്ള പാറ്റേൺസ് ഓഫ് തോട്ട് അല്ലെങ്കിൽ ബിഹേവിയർ, അതിൽ നമ്മൾ പെട്ടുപോകുക. അതായത് ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു പശുവിനെ കെട്ടിയിടുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ആനയെ തളയ്ക്കുന്നത് പോലെ അല്ലെങ്കിൽ ചെളിയിൽ നമ്മൾ വീണ് നമ്മൾക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. സ്റ്റക്കായി പോകുക എന്ന് പറയും. അതായത് അവിടെ ഇങ്ങനെ ഇട്ടതുപോലെ ആകുന്നു. അതുപോലെ നമുക്ക് അൺപ്രൊഡക്റ്റീവ് ആകും. നമ്മൾക്ക് ഒരിക്കലും ഒരു ക്രിയാത്മകമായ രീതിയിൽ പ്രവർത്തിക്കാനോ സാധിക്കാതെ അൺഹെൽത്തി സൈക്കിൾ, ഇതൊരു വിഷ്യസ് സർക്കിൾ നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഒരു സൈക്കിളിൽ നമ്മൾ വീണ്ടും നമ്മൾ വൈകാരികമായി പ്രതികരിച്ചുകൊണ്ട് ഈ കെണിയിൽ നമ്മൾ ജീവിക്കുന്നു. പക്ഷെ നമ്മൾ അറിയുന്നില്ല. കാരണം കുറച്ചു കാലം കഴിയുമ്പോഴേക്കും നമ്മൾ അതുമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു. ഞാൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുമാകുന്ന ആ വ്യക്തി ഈ ചിന്തയില് അല്ലെങ്കിൽ ഇതുപോലുള്ള കെണികളെ ഐഡന്റിഫൈ ചെയ്യുന്നതുകൊണ്ട് അത് അറിയാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു. വെളിച്ചമില്ലെങ്കിൽ, സൂര്യൻ അല്ലെങ്കിൽ പ്രകാശമില്ലെങ്കിൽ നമ്മൾക്കത് അറിയാൻ സാധിക്കാത്തതുപോലെ നമ്മളുടെ പെരുമാറ്റങ്ങളെ കുറിച്ച്, പ്രത്യേകിച്ച് സബ് കോൺഷ്യസ് ഓർ അൺകോൺഷ്യസ് ആയിട്ടുള്ള നമുക്ക് കിട്ടുന്ന ഈ പ്രചോദനങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തപ്പോൾ അത് എത്ര വയസ്സായാലും, ചെറുപ്പത്തിൽ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ ശീലിച്ചതായിരിക്കും, അത് എത്ര വയസ്സ് കഴിഞ്ഞാലും നമ്മൾ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ദെൻ എന്താണ് ഈ മൈൻഡ്ഫുൾനെസ്സും ഇമോഷണൽ ട്രാപ്പും തമ്മിലുള്ള ആ ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സൂക്ഷ്മദർശിനിയിലൂടെ നമ്മൾ ഒരു പദാർത്ഥത്തെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു സെല്ലിനെ നമ്മൾ കാണുന്നത് പോലെ വളരെ വിശദമായ രീതിയിൽ നമ്മളുടെ ചിന്തകളും ഇമോഷൻസ് ആൻഡ് ബിഹേവിയർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ നമ്മളുടെ എന്താണ് വൈകാരികമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് തന്നെയുള്ള നമ്മളെ ഉള്ളിൽ എന്ത് നടക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ഇല്ലേ? എങ്കിൽ മാത്രമേ നമുക്കൊരു മാറ്റം വരുള്ളൂ. അതിനുവേണ്ടി നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ വികാരങ്ങൾ, നമ്മളുടെ ചിന്തകൾ ഇതെല്ലാം എങ്ങനെയാണ് നമ്മളിൽ എപ്പോഴെല്ലാം ഏതെല്ലാം രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാനുള്ള ഒരു മാർഗമാണ്, അല്ലെങ്കിൽ അതൊരു ഒരു കലയാണ്. ജീവന കല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് മൈൻഡ്ഫുൾനെസ് വഴി എന്താണ് നമുക്ക് അത് ഒരു കാര്യം മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഇന്റൻഷൻ അല്ലെങ്കിൽ ഒരു പർപ്പസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് മൈൻഡ്ഫുൾനെസ് സഹായിക്കും. കാരണം നമ്മൾ ഒന്നിനെ ഐഡന്റിഫൈ ചെയ്യുന്നു, നെയിം ഇറ്റ് ആൻഡ് ദെൻ ടൈം ഇറ്റ് എന്നുള്ള ആ ഒരു ഇതിലേക്ക് വരാൻ പറ്റും. അപ്പൊ നമുക്കത് മാറ്റം വരുത്തുന്നതിന് അതായത് വളരെ സ്ട്രോങ് വളരെ ശക്തമായ ഒരു ഇന്റൻഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ അടുത്തത് മൈൻഡ്ഫുൾനെസ് വഴി നമുക്ക് എന്താണ് പഴയ നമ്മളുടെ ഏതെങ്കിലും തരത്തിലുള്ള ശീലങ്ങൾ, നമ്മുടെ വൈകാരികമാകാം അല്ലെങ്കിൽ നമ്മുടെ ബാഹ്യമായിട്ടുള്ളതാകാം, അങ്ങനെയുള്ളതിനെ പുതിയതായിട്ട് പോസിറ്റീവായിട്ടുള്ള ഹാബിറ്റ് കൊണ്ട് നമുക്ക് റീപ്ലേസ് ചെയ്യുന്നതിന് നമുക്ക് സാധിക്കും. ഇനി ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ അതായത് എക്സാമ്പിൾസ് ഓഫ് ഇമോഷണൽ ട്രാപ്സ് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. ഉദാഹരണങ്ങളാണിത്. ദി റൂമിനേഷൻ ട്രാപ്പ്. നമ്മൾ അമിതമായി ചിന്തിച്ചതിനെ കുറിച്ച് ചിന്തിച്ച് പെരുപ്പിച്ച് പോകുന്നു. ഒരാവശ്യവുമില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളായിരിക്കില്ല. പക്ഷേ നമ്മളുടെ ബന്ധങ്ങളില്, നമ്മളുടെ ചിന്തകളില്, നമ്മുടെ വൈകാരികമായ മാനസികമായ തലങ്ങളിലെല്ലാം നമ്മൾ റൂമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരാവശ്യമില്ല, അത് പെരുപ്പിക്കുകയാണ്. അത് നമ്മളുടെ ഒരു സ്വഭാവമാണ്. അപ്പൊ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം, ഓക്കെ, ഞാൻ കൂടുതലായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്ന ആളാണോ? ദെൻ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടാകുമ്പോഴേക്കും നമുക്ക് ഒരുപക്ഷെ അനുകൂലമായിരിക്കില്ല. അങ്ങനെയുള്ള സമയത്താണ് നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ വിചാരിക്കും ഐ ആം എ വിക്ടിം. ഓക്കെ, നമ്മൾ പെട്ടെന്ന് ഇത് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ വിക്ടിം മോഡിലേക്ക് നമ്മൾ പോവുകയാണ്. ഓക്കെ, അവരെന്നെ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് വേണ്ട നീതി ലഭിക്കുന്നില്ല, എന്നെ അവര് ബലിയാടാക്കി എന്നുള്ള ആ ഒരു രീതിയിലേക്ക് എപ്പോഴും പോകും. ദെൻ അടുത്തത് പെർഫെക്ഷനിസമാണ്. എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്നുള്ള കടും പിടുത്തം. നല്ലതാണ്, ഓരോ കാര്യം പറയുമ്പോഴേക്കും നമ്മൾ ചെയ്യുന്നത് നല്ലതാണ്. ഞാനിപ്പോ ഇവിടെ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം പറ്റുന്നിടത്തോളം ഞാൻ ഒരുങ്ങി വന്ന് സംസാരിക്കുന്നു. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. പക്ഷെ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ക്ലാസ് ഒരുങ്ങുന്നതിനെ കുറിച്ച് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അങ്ങനെയാണ് പെർഫെക്ഷനിസം. പ്രത്യേകിച്ച് ചിലർ പ്രായമായി വരുമ്പോഴേക്കും അവരുടേതായ ആ പഴയ ട്രാക്കിൽ തന്നെ വണ്ടി ഓടണമെന്ന് നിർബന്ധം അവർ പിടിക്കും. മക്കളോട്, കൊച്ചുമക്കളോട് എല്ലാം ആ രീതിയിലായിരിക്കും. അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനകത്ത് പെർഫെക്ഷൻ വരുത്തണമെന്നുള്ളത് അതൊരു ഇമോഷണൽ ട്രാപ്പാണ്. ദെൻ ഇമോഷണൽ അവോയ്ഡൻസ് ട്രാപ്പ് ഉണ്ടാകും. നമ്മൾ വേണ്ടത്ര ഒരു സാഹചര്യത്തിൽ നമ്മൾ പ്രകടിപ്പിക്കേണ്ട വികാരങ്ങൾ ഉണ്ടാകും. ആ വികാരങ്ങൾ നമുക്ക് പ്രകടിപ്പിക്കാൻ എങ്ങനെയാണ്? നമ്മൾ കുറച്ചുകൂടി വൈകാരികമായിട്ടല്ല പ്രകടിപ്പിക്കുന്നത്. ടിറ്റ് ഫോർ ടാറ്റ് എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ ഉരുളയ്ക്ക് ഉപ്പേരിയായിട്ടല്ല പ്രവർത്തിക്കുന്നത്. കൂടുതൽ നമ്മളുടെ അമിഗ്ഡാലയുടെ പ്രവർത്തനം കുറച്ചുകൂടി പ്രീഫ്രണ്ടൽ കോർട്ടക്സിലേക്ക് ഊന്നിക്കൊണ്ട്, അതായത് നമ്മൾ കാര്യകാരണ സഹിതം സംസാരിക്കാനും നമ്മളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാനും നമുക്ക് സാധിക്കും. അതല്ലാതെ നേരെ മറിച്ച് ചീത്ത വിളിക്കുന്നതുകൊണ്ട് കാര്യമില്ല. Then the seeking external validation trap. ഇത് നാർസിസ്റ്റിക് ടെൻഡൻസി ഉള്ളവരുടെ ആ കൂട്ടത്തിൽ ജീവിക്കുന്നവർക്ക് ഉണ്ടാകുന്ന, അവർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അല്ലാതെ തന്നെ ഉണ്ടാകും. കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ മാതാപിതാക്കൾ അവരെ പഠിപ്പിക്കും, എല്ലാം വാലിഡേഷൻ വേണം, എന്നോട് ചോദിച്ചിട്ട് ചെയ്യാവുള്ളൂ, അത് ചെയ്യാവുള്ളൂ, ഇത് ചെയ്യാവുള്ളൂ എന്നുള്ള ഇത് വരുന്നത് കൊണ്ട് അതൊരു ഹാബിറ്റ് ആക്കി മാറ്റി. അതുകൊണ്ട് എല്ലാം ചോദിക്കണമെന്നുണ്ടാകും. അങ്ങനെ ഒരു വാലിഡേഷൻ, അല്ലെങ്കിൽ അതാണ്. പിന്നെ ചിലരത് വേറൊരു ട്രാപ്പും ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് ഒരു സോപ്പിടാൻ വേണ്ടിയിട്ട് ഞാനത് ചെയ്തോട്ടെ, ഇത് ചെയ്തോട്ടെ എന്നൊക്കെ ചോദിച്ച് എൻ്റെ മാതാപിതാക്കന്മാരോട്, അല്ലെങ്കിൽ എൻ്റെ ബോസ്, ജോലി സ്ഥലത്ത് എവിടെയെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ വാലിഡേഷന് വേണ്ടിയിട്ട്, എക്സ്റ്റേണൽ വാലിഡേഷന് വേണ്ടിയിട്ട് നമ്മൾ സദാ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പം അതൊരു ഇമോഷണൽ ട്രാപ്പായിട്ട് മാറുന്നു. അടുത്തത് വാട്ട് ഈഫ് എന്നുള്ള ഒരു ഇതിലേക്ക് വരും. ഇപ്പോൾ ഇത് ഇങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും? എൻ്റെ ഈ പെരുമാറ്റത്തിൽ അല്ലെങ്കിൽ എൻ്റെ സംസാരത്തിൽ അതൊരു സൈക്കിളായിട്ട്, ഒരു ഹാബിറ്റായിട്ട് നമുക്ക് എന്താണ് ഫോം ചെയ്യപ്പെടുന്നുണ്ട്. ദ ടോക്സിക് പോസിറ്റിവിറ്റി ട്രാപ്പ് എന്ന് പറയും. അതായത് നമ്മൾ ചിലപ്പോൾ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ പ്രകടിപ്പിക്കാനുള്ള വികാരങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സപ്രസ് ചെയ്യുന്നു, അല്ലെങ്കിൽ മാറ്റി വെക്കുന്നു, അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമ്മൾ വിചാരിക്കുന്നു ഇത് പോസിറ്റീവായിട്ടുള്ള ചിന്തയാണെന്ന്. അത് ടോക്സിക് പോസിറ്റിവിറ്റി ട്രാപ്പ് എന്ന് പറയും.
നമ്മൾ അറിയുന്നില്ല. അത് ഈ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആണെങ്കിൽ അതിനെ പോസിറ്റീവ് ആയിട്ട് കാണാം. അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോഴേക്കും പറയുകയാണ്, നമ്മൾ നെഗറ്റീവ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്താ എന്നെപ്പറ്റി മറ്റുള്ളവർ വിചാരിക്കുന്നത് എന്നുള്ള അതൊരു ഉദാഹരണമാണ്. ഓക്കെ, ഞാനിപ്പം ഒരു കാര്യത്തെക്കുറിച്ച് എന്നോട് ചോദിക്കുകയാണ്. ഇപ്പം ഞാനിപ്പം കേരളത്തിലല്ല, അപ്പം എന്തെങ്കിലും തരത്തിലൊരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കേരളത്തിലെ കുറിച്ച് അല്ലെ ഇന്ത്യയെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പം സർക്കാരിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു മറ്റെന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അത് പോസിറ്റീവ് ആക്കി പറഞ്ഞു നമ്മൾ അത് ഇത് ചെയ്യണമെന്നുള്ള ഒരു ഒരു വ്യഗ്രത എന്നിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ അതൊരു ടോക്സിക് പോസിറ്റിവിറ്റിയുടെ ഒരു ഒരു ഉദാഹരണമായിട്ട് പറയാം. ഓവർ അറ്റാച്ച്മെന്റ് ടു കംഫർട്ട് സോൺസ്. അതെ, ഞാന് എന്തായിരിക്കുന്നു, ഏത് സാഹചര്യത്തിലായിരിക്കുന്നു, അതെനിക്കൊരു കംഫർട്ട് സോൺ നൽകുന്നുണ്ട്. അവിടെ നിന്നൊന്ന് പുറത്തേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. ഒരു ഒരു പക്ഷിയെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മൃഗത്തെയൊക്കെ പിടിച്ച് ഞാൻ പറഞ്ഞ നമ്മളൊരു കൂട്ടിലിട്ട് കഴിഞ്ഞാൽ അതിന് പുറത്തേക്ക് പോകാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ജീവിക്കാൻ സാധിക്കാത്ത ഒരു ഇതിലേക്ക് വരും, ആ കംഫർട്ട് സോൺ. അതുകൊണ്ടാണ് പലപ്പോഴും ഈ നമ്മൾ വന്യമൃഗങ്ങൾ, പ്രത്യേകിച്ച് സിംഹം, പുലി, കടുവ ഇങ്ങനെയുള്ളതിനെയൊക്കെ സർക്കസ് കമ്പനികൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മളുടെ കാഴ്ച ബംഗ്ലാവുകളിൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് അതിനെ തുറന്ന് വനത്തിലേക്ക് വിട്ട് കഴിഞ്ഞാൽ അവയ്ക്ക് അവിടെ ജീവിക്കാൻ സാധിക്കില്ല. എന്തുവാ, അത് പഞ്ഞ കിടന്ന് ചത്തുപോകും. കാരണം അതിന് മൃഗങ്ങളെ ഓടിച്ചിട്ട് പിടിക്കാൻ അറിഞ്ഞുകൂടാ. അത് ചെറുപ്പത്തിൽ പഠിക്കേണ്ട കലയായിരുന്നു, അല്ലെങ്കിൽ അത് ശീലിക്കേണ്ടതായിരുന്നു. അത് സാധിക്കാതെ പോകുന്നതുകൊണ്ട് അവർക്ക് സാധിക്കാതെ പോകുന്നു. ഓവർ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ശീലം പോലെ, ഞാനത് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞുള്ളൂ. അല്ലെങ്കിൽ മറ്റുള്ള അതുപോലെയുള്ളതുണ്ട്. നമുക്കൊരു കംഫർട്ട് സോൺ ഉണ്ട്, ആ സോണിൽ തന്നെ ജീവിക്കണം. ദെൻ വാട്ട് ആർ ദി എഫക്ട്സ് എന്ന് ചോദിക്കാം. പ്രോബ്ലംസ് അല്ലെങ്കിൽ എഫക്ട്സ് ഓഫ് ദി എന്താണ് നമ്മളുടെ ഇമോഷണൽ വൈകാരികമായിട്ടുള്ള കെണികളുടെ എഫക്റ്റ് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തേത് സ്റ്റാഗ്നേഷൻ. നമ്മൾ ഉറച്ചു പോകുന്നു. പ്രിവെന്റ് പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് സെൽഫ് ഇംപ്രൂവ്മെന്റിനുള്ള അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെടുത്തുന്നു. കാരണം ഈ ചിന്തയും അതുപോലെയുള്ള ആ ട്രാപ്പുകളിൽ നമ്മൾ പെടുമ്പോൾ നമുക്ക് പുരോഗമിക്കാൻ, നമുക്ക് സ്വയം ഡെവലപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ അതുപോലെയുള്ള നമ്മളുടെ ഓരോരുത്തരുടെയും ഗ്രോത്തിനെ അത് പ്രതികൂലമായി ബാധിക്കുന്നു. അടുത്തത് മെന്റൽ ആൻഡ് ഇമോഷണൽ ഡിസ്ട്രസ് എന്ന് പറയും. അതായത് നമുക്ക് ആവശ്യമില്ലാതെ ഇപ്പൊ അത് ചെയ്തു, ഒരു കാര്യം ചെയ്തു, അത് പക്ഷെ നമ്മൾ നമ്മൾ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചെയ്യുന്നത്, പക്ഷെ നമ്മുടെ ഉള്ളിൽ നമ്മൾ സഫർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒത്തിരി ഡിസ്ട്രസ്, അതുപോലെ ഇമോഷണൽ ഇൻക്രീസ്ഡ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി ഇത് പ്രകടിപ്പിക്കാനുണ്ടാകും. കാരണം ഈ ട്രാപ്പിന്റെ ഇൻഫ്ലുവൻസോടുകൂടി ചിലപ്പോൾ അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്യുന്നു. അത് ചെയ്തു കഴിയുമ്പോഴേക്കും അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഒത്തിരി എനർജി നമ്മളെ കളഞ്ഞിട്ടാണ് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിച്ച് കാണിക്കുന്നത്, നമ്മൾ എന്തായിരിക്കുന്നു അതല്ലാത്ത രീതിയിൽ. ദെൻ അടുത്തത് ഇമോഷണൽ ട്രാപ്പിന്റെ മറ്റൊന്നാണ് നമ്മളുടെ റിലേഷൻഷിപ്പ്. അത് ഫാമിലിയിലാകാം, ഫ്രണ്ട്സിലാകാം, കോവർക്കേഴ്സ് ആകാം, എവിടെയെങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഈ ഒരു യഥാർത്ഥ രീതിയിൽ നമ്മൾ ട്രൂ ടു വൺ സെൽഫ് എന്നുള്ള ആ ഒരു പോളിസി ഇല്ലാതെ, സത്യസന്ധമായിട്ട് പെരുമാറാതെ ഈ രീതിയിലെല്ലാം ഒളിച്ചുകളികൾ നടത്തുന്നവരെ എല്ലാവരും തന്നെ കുറ്റം പറയും, അല്ലെങ്കിൽ അവരെ ഒഴിവാക്കാൻ ശ്രമിക്കും. ഇത് നമ്മളുടെ ഈ ഒരു ഇമോഷണൽ ട്രാപ്പിന്റെ ഇത് കൊണ്ട് നമ്മൾ തന്നെയാണ് പിന്നീട് നമുക്ക് എന്താണ് നമ്മളുടെ ബന്ധങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നത്. മറ്റൊന്ന് പുവർ ഡിസിഷൻ മേക്കിംഗ്. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ കൂടുതലായിട്ട് മറ്റുള്ളവരെ നമ്മളുടെ വാലിഡേഷൻ, എക്സ്റ്റേണൽ വാലിഡേഷന് വേണ്ടി എപ്പോഴും ശ്രമിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരു നല്ല ഒരു ഡിസിഷൻ അയാൾക്ക് എടുക്കാൻ സാധിക്കില്ല. കാരണം നമ്മൾ ഓരോ ദിവസവും തന്നെ പല തരത്തിലുള്ള ഡിസിഷൻ മേക്കിംഗ് നമുക്ക് ആവശ്യമുണ്ടാകും. അത് ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. ദെൻ അടുത്തത് നമ്മൾ ഫിയർ ബേസ്ഡ് ചോയ്സസ് എന്ന് പറയും. അതായത് വാട്ട് ഈഫ് ആങ്സൈറ്റി ട്രാപ്പ് മേക്സ് പീപ്പിൾ ടു അവോയ്ഡ്. അതായത് റിസ്കുകൾ അല്ലെങ്കിൽ അവസരങ്ങൾ ഇതൊക്കെ മാറ്റാൻ, അല്ലെങ്കിൽ എന്താണ് അതിനെ അഭിമുഖീകരിക്കുവാൻ സാധിക്കില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ വാട്ട് ഈഫ് ഈ രീതിയിൽ പെരുമാറിയാൽ, ഈ രീതിയിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പോയാൽ, ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ ആ ഒരു വാട്ട് ഈഫ് എന്നുള്ള ആ ഒരു ചിന്ത, അത് തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കും ലോജിക്കലാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഫ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിന്റെ ഇത് കൊണ്ടുണ്ടാകുന്നതാണെന്ന്. അതല്ല, ഒരു ആങ്സൈറ്റി കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്ന് നമുക്ക് ഒരു ഫിയർ ബേസ്ഡ് ചോയ്സസ് ആണ് നമ്മൾ എപ്പോഴും എടുക്കുന്നത്. ദെൻ അടുത്തത് ഇമ്പൾസീവ് ആയിട്ടുള്ള, പെട്ടെന്നുള്ള വൈകാരികമായിട്ടുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാകും. ഇമോഷണൽ അവോയ്ഡൻസ് ഉദാഹരണമാകാം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടത്ര ഓരോ സാഹചര്യത്തിൽ ഒത്തൊരുമിച്ച് നമുക്ക് പോകാൻ സാധിക്കാതെ വരുന്നു. മറ്റൊന്ന് നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ് ഓവർ ഈറ്റിംഗ്.
കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുക, അപ്പോഴത്തേക്കും തടി വെക്കുന്നു. പിന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മയക്കുമരുന്നുകൾ അല്ലെങ്കിൽ മദ്യം ഇതുപോലെയുള്ളത് ഉണ്ടാകാം, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഒട്ടനവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഈ ഇമോഷണൽ ട്രാപ്പിൽ നമുക്കുണ്ടാകും. മറ്റൊന്ന് അനാലിസിസ് പരാലിസിസ് എന്ന് പറയും. അതായത് നമ്മളുടെ ഈ അനലൈസ് ചെയ്യാനുള്ള അത് നമുക്ക് എന്താണ് പാരലൈസ് ചെയ്തു പോയി, അത് കിടപ്പായി പോയി എന്ന് വേണമെങ്കിൽ പറയാം. അനലൈസിങ് ഇമോഷൻസ് ആൻഡ് സിറ്റുവേഷൻ ക്യാൻ പ്രിവെന്റ് ആക്ഷൻ ഓൾ ടുഗദർ. എല്ലാ കാര്യങ്ങളും നമുക്ക് അത് വേണ്ടത്ര പക്വതയോടുകൂടി നമുക്ക് അനലൈസ് ചെയ്യാനുള്ള അത് സാധിക്കാതെ പോകുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ നമ്മൾക്ക് ആത്മവിശ്വാസം നമുക്ക് നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഈ വൈകാരികമായ കെണിയിൽ പെട്ട് നമ്മൾ കൂടുതൽ എന്താണ് നമ്മളോട് തന്നെയുള്ള ആത്മവിമർശനങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിട്ട് അല്ലെങ്കിൽ കൂടുതൽ കുറ്റബോധത്തോടു കൂടി ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ നിരാശയോടുകൂടി ഇങ്ങനെയുള്ള ആ ജീവിതം നമ്മൾ നയിക്കേണ്ടി വരും. അത് വേറൊരു എഫക്റ്റ് ആണ്. ഒത്തിരി ഉണ്ട്, പക്ഷെ അധികം ഞാൻ പറയുന്നില്ല. ദെൻ റെഡ്യൂസ്ഡ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയും. നമുക്ക് ക്രിയാത്മകമായിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരികയും ഓരോ ജീവിത സാഹചര്യങ്ങളെയും അനുദിന ജീവിതത്തിൽ നമുക്ക് വേണ്ടത്ര കോൺഫിഡൻസ് ഇല്ലാതെ വരുന്നത് കൊണ്ട്, ഉദാഹരണമായിട്ട് നമ്മൾ തോറ്റുപോകും അല്ലെങ്കിൽ പരാജയപ്പെടും. ഇന്ന രീതിയിൽ പരീക്ഷ എഴുതിയാൽ തോറ്റുപോകുമോ, അല്ലെങ്കിൽ എന്താണ് നമ്മളിപ്പോൾ ഇന്ന തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ശരിയാകാതെ പോകുമോ. അതുപോലെ തന്നെ ഒരു പേഴ്സണൽ മോട്ടിവേഷൻ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ദെൻ അടുത്തത് ഇമ്പാക്ട് ഓൺ ഹെൽത്ത്. ഓക്കെ, നമുക്കറിയാം വൈകാരികമായി നമ്മൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഡിസ്റ്റർബ്ഡ് ആയി കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ ഒന്നിലധികമോ അസ്വസ്ഥതകൾ നമുക്കുണ്ടാകും. ഉദാഹരണമായിട്ട് ഇൻസോംനിയ, അല്ലെങ്കിൽ എപ്പോഴും ക്ഷീണമായിരിക്കും, അല്ലെങ്കിൽ മൈഗ്രെയിൻ അല്ലെങ്കിൽ ഹെഡേക്ക് ഉണ്ടാകാം, ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാകാം, മറ്റേതെങ്കിലും തരത്തിലുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ദെൻ വാട്ട് ആർ ദി പ്രോബ്ലം? ഓക്കെ, അത് തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ്. നമുക്ക് വേണ്ടത്ര സാധ്യതകളെ, നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന സാധ്യതകളെ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ക്ലിങ്ങിങ് ടു ദി കംഫർട്ട് സോണിലേക്ക് വരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു, നമുക്ക് വേണ്ടത്ര അവസരങ്ങളെ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ആ സന്തോഷം അല്ലെങ്കിൽ ആ ജോയ്, അതുപോലെ തന്നെ ജീവിതം ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ അതിലൊരു ഫുൾഫിൽമെന്റ്, ഒരു സംതൃപ്തി, ഒരു പൂർണ്ണത നമുക്ക് എൻജോയ് ചെയ്യാൻ നമുക്ക് സാധിക്കാതെ നമുക്ക് നഷ്ടപ്പെടുന്നു. ഇനി ദ പ്രോസസ് ഞാൻ വളരെ വിശദമായിട്ട് ന്യൂറോളജിക്കൽ എന്താണ് ഹാബിറ്റ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞാണ്, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. എന്നാലും ഒന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഒരു സ്റ്റിമുലസ് എന്ന് പറയുന്നത് നമുക്കുണ്ടായി എന്ന് കരുതുക, ഏതെങ്കിലും തരത്തിലുള്ളത്. കുട്ടിക്കാലത്ത് നമ്മളെ ഉണ്ടാകുന്ന ക്രിറ്റിസിസം ആയിരിക്കാം. മാതാപിതാക്കൾ നമ്മളെ കൂടുതൽ കൺട്രോൾ ചെയ്യുന്നു. അതും അല്ലെങ്കിൽ ഒരു ക്രിറ്റിസിസം ഏതെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ അധ്യാപകരിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു സ്റ്റിമുലസ് നമുക്കുണ്ടാകുന്നു, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ട്രിഗർ. ഈ ട്രിഗർ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിനിൽ തീർച്ചയായിട്ടും അത് പതിയുന്നുണ്ട്, നമ്മുടെ മനസ്സിൽ പതിയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൽ അത് പതിയുന്നുണ്ട്. എങ്ങനെയാണ്? ക്രിറ്റിസിസം ആയിട്ട് വരുന്നു. അല്ലെങ്കിൽ നമുക്ക് ഈ സ്റ്റിമുലസ് കിട്ടുന്നത് ചിലപ്പോൾ ക്രിറ്റിസിസം ആയിട്ട് നമ്മളിലേക്ക് അത് ആ ന്യൂറൽ പാത്വേസിൽ അല്ലെങ്കിൽ അത് സ്റ്റോർ ചെയ്യുന്ന അങ്ങനെയാണ്. അല്ലെങ്കിൽ ഫിയർ ഓഫ് ഫെയിലിയർ ആകാം, അല്ലെങ്കിൽ അനാവശ്യമായ സ്ട്രെസ്, സംഘർഷങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകും. ഇനി ക്രിറ്റിസിസം ആണെന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചില ആളുകൾ അത് ഡിഫെൻസീവ്നെസ് ഉണ്ടാക്കും. ചില കുട്ടികൾ അങ്ങനെയാണ്, അല്ലെ? മാതാപിതാക്കൾ ഒത്തിരി വിമർശിച്ച് കഴിയുമ്പോഴേക്കും അവർ ഡിഫെൻസീവ് ആകും. അങ്ങനെ ചെയ്താൽ എന്താ, അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും. അതിൻ്റെ ഒരു പ്രായം കഴിയുമ്പോഴേക്കും അവർ ഡിഫെൻസീവ് മെക്കാനിസം ഉപയോഗിക്കും. ചിലര് എതിർക്കാൻ തുടങ്ങും. അത് നമ്മുടെ ഓവർ ക്രിറ്റിസിസം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫിയർ ഓഫ് ഫെയിലിയർ, ഇങ്ങനെയുള്ള സ്ട്രെസ്സിൽ നിന്നുണ്ടാകുന്നതാണ് ഡിഫെൻസീവ്നെസ് നമുക്കുണ്ടാകും. അത് കുട്ടികളിൽ മാത്രമല്ല, പ്രായമായവരിലുണ്ടാകാം. ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇപ്പൊ അനാവശ്യമായിട്ട് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മളുടെ ബോസ് അല്ലെങ്കിൽ അതിന്റെ സൂപ്പർവൈസർ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്നു. ഒന്ന് പറഞ്ഞു, രണ്ട് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഇത് വേണ്ടത്ര അമിതമായി നമ്മളെ അവോയ്ഡ് ചെയ്യുകയാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമ്മൾ അവരോട് എതിർക്കാൻ തന്നെ തുടങ്ങും. ദെൻ അടുത്തത് ഈ ക്രിറ്റിസിസത്തിന്റെ മറ്റൊരു ഭാഗമാണ് ഫ്രസ്ട്രേഷൻ. എന്ത് ചെയ്താലും ഒരു രക്ഷയുമില്ല, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് അംഗീകരിക്കുന്ന ഇതില്ല എന്നുള്ളത് വരും, ഫ്രസ്ട്രേഷൻ. അല്ലെങ്കിൽ ഇവിടെ ഫെയിലിയർ, സ്ട്രെസ്, ഇതിന്റെ ഇതുപോലെയുള്ള പല കാരണങ്ങളുണ്ട്. ഇതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഫിയർ ഉണ്ടാകുന്നു.
അനാവശ്യമായ ഫിയർ, നമുക്കൊന്നും ചെയ്യാനുള്ള എന്താണ് ആത്മവിശ്വാസം നമുക്ക് നഷ്ടപ്പെടുന്നു. അടുത്തത് ഗിൽറ്റ് അല്ലെങ്കിൽ ഷെയിം, ഇങ്ങനെയൊക്കെയുള്ള വികാരങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഒരു ട്രിഗർ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുന്നുണ്ടെന്നും അത് ന്യൂറൽ പാത്ത് വേസ് സൃഷ്ടിക്കുന്നുണ്ടെന്നും അത് നമുക്ക് പിന്നീട് അത് ഇങ്ങനെ ഒരു വിഷ്യ സർക്കിൾ ആയിട്ട് നമ്മുടെ ഉള്ളിൽ അത് പ്രവർത്തിക്കുമെന്നും പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ദെൻ ഓട്ടോമാറ്റിക് ബ്രെയിൻ പാത്ത് വേസ്, ഓക്കെ, അത് ന്യൂറോപ്ലാസ്റ്റിസിറ്റി അനുസരിച്ച് അങ്ങനെ നമുക്ക് കിട്ടുന്ന ആ ട്രിഗറിന് നമ്മൾ ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഒന്നെങ്കിൽ ഫ്രസ്ട്രേഷൻ, ഫിയർ, ഗിൽറ്റ്, ഡിഫെൻസീവ്നെസ്, ഇതേ രീതിയിലുള്ള ഏതെങ്കിലും ഒരു ബാഹ്യമായിട്ടുള്ള പ്രകടനത്തിലൂടെ അല്ലെങ്കിൽ അത് വൈകാരികമായിട്ടും നമ്മളുടെ ഉള്ളിൽ അത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു, അതൊരു ട്രാപ്പായി മാറുന്നു. പിന്നീട് മറ്റൊന്ന് റോൾ ഓഫ് റിവാർഡ് ആൻഡ് അവോയ്ഡൻസ് ഉണ്ടാകും. എ സെൻസ് ഓഫ് പവർ, അതായത് ചിലരെ സംബന്ധിച്ചിടത്തോളം ഡിഫെൻസീവ്നെസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന ഒന്നിനോട് നമ്മൾ ശക്തമായി പ്രതികരിക്കുന്നത്, അത് ചിലപ്പോൾ അവരുടെ മേലുള്ള ഒരു ആധിപത്യം, അതായത് നമ്മളെ എതിർക്കുന്ന അല്ലെങ്കിൽ നമ്മളെ വെല്ലുവിളിക്കുന്ന ആളുകളോടാകാം, മാതാപിതാക്കളോടാകാം, അധ്യാപകരോടാകാം, അല്ലെങ്കിൽ ജോലി സ്ഥലത്താകാം, കുടുംബത്തിൽ, ഫാമിലിയിലാകാം. ഭർത്താവ് വളരെ ഇതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭാര്യയെ എതിർത്ത് പറയുന്നു, അല്ലെ പൊട്ടിത്തെറിക്കുന്നു, ഇങ്ങനെയുള്ളത് പറയുമ്പോഴേക്കും ഇവർ തമ്മിലുള്ള പവർ പൊളിറ്റിക്സിലേക്ക് വരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ എന്തെങ്കിലും പറയുമ്പോഴേക്കും തിരിച്ചു പറഞ്ഞ് അല്ലെങ്കിൽ അവരെ ഇത് ശരിയാക്കാൻ വേണ്ടി നോക്കുന്നത് ഒരുപക്ഷെ അവരുടെ ആ മേൽക്കോയും അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ളവരുടെ മേലുള്ള പവർ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ പലപ്പോഴും ഞാൻ പറഞ്ഞ വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്നവർക്ക് തദ്ദേശീയരായിട്ടുള്ള ആളുകളിൽ ഇതുപോലെ ഉണ്ടാകും. നമ്മളിപ്പോൾ എല്ലാവരും ഇന്ത്യക്കാരാണ്. നമ്മൾ വരുമ്പോഴേക്കും ഒരുപക്ഷെ അത് വംശീയമായ രീതിയിലായിരിക്കും നമ്മളോട് പെരുമാറുന്നത്, ഏത് രാജ്യത്ത് ചെന്നാലും. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, അത് നമ്മൾ ചിലപ്പോൾ അവരോട് ധിക്കാരപൂർവ്വം നമ്മൾ പറയുകയും ബഹളം ഉണ്ടാക്കുകയും എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ചിലപ്പോൾ ഈവൻ നമ്മൾ ശാരീരികമായിട്ടുള്ള ആ ഏറ്റുമുട്ടലിന് തന്നെ പോകുമ്പോഴേക്കും നമ്മൾ എന്താണ് നമ്മളുടെ ആ പവർ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം അത് പവർ അല്ല, അത് അവർ അടങ്ങുന്നു അല്ലെങ്കിൽ അവരുടെ പറ്റി ഒതുക്കുന്നു എന്ന് വേണേൽ പറയാം. റെഡ്യൂസ് ആങ്സൈറ്റി, അവരുടെ ആങ്സൈറ്റി അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, വാട്ട് ഇഫ് ഐ ആം റിയാക്ടിങ് ദിസ് വേ വാട്ട് വുഡ് ഹാപ്പൻ എന്നുള്ള ആ ഒരു ഇതില് അങ്ങനെ ഒരു റീഇൻഫോഴ്സ് ചെയ്ത് ഹാബിറ്റ് ഓഫ് അവോയ്ഡൻസ് ഉണ്ടാകുന്നു. അപ്പൊ അവിടെ നമുക്ക് റിവാർഡ് കിട്ടുന്നുണ്ട്. ചിലപ്പോൾ എന്താണ്, ഞാൻ അവന്റെ മേൽ ആധിപത്യം പുലർത്തി, അതൊരു റിവാർഡായിട്ട് എനിക്ക് തോന്നും. അതേസമയം വേണ്ട, വാട്ട് ഈഫ് ഞാൻ ആങ്സൈറ്റി ഇത് പോയിട്ട് എനിക്ക് വേണ്ട, സമാധാനമാകട്ടെ, എൻ്റെ ജോലി തെറിക്കാതിരിക്കട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഇല്ലാതാകട്ടെ എന്നുള്ള ആ ഒരു ഇതിലേക്ക് പോകും. ദെൻ ഇമോഷൻസ് ആൻഡ് ഇമോഷണൽ ട്രാപ്സിനെ കുറിച്ചാണ് അടുത്തത്. എന്താണ് ഒന്നാമത്തേത്, സബ് പാറ്റേൺസ് ഓഫ് ബിഹേവിയർ. നമ്മൾ അറിയാതെ നമ്മളുടെ ആ പല പ്രാവശ്യം, നമുക്കറിയാലോ ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നതാണ്. സബ് പാറ്റേൺസ് ഓഫ് ബിഹേവിയർ നമ്മൾ അറിയാതെ നമ്മളിൽ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ നമ്മളുടെ സാമൂഹ്യമായിട്ടുള്ള എൻവയറമെന്റൽ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നു. അതാണ് വംശീയമായിട്ടുള്ള വിദ്വേഷങ്ങൾ അല്ലെങ്കിൽ വംശീയമായിട്ട് വേർതിരിവുകൾ, ജാതീയമായിട്ട് നമ്മുടെ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ജാതീയമായിട്ടുള്ള വേർതിരിവുകളൊക്കെ ഉണ്ടാകുന്നത് അത് സാമൂഹ്യമാണ് അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാടുകളെ ആശ്രയിച്ചുള്ളതാണ്. മറ്റൊന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാത്ത മറ്റൊന്നാണ് അതായത് നമ്മളുടെ ഈ അമിഗ്ഡാല അല്ലെ ഫിയറിന്റെയും പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിന്റെയും തമ്മിലുള്ള ഒരു സങ്കലനം, അത് തിരിച്ചറിയാൻ മേലാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റ രീതി നമ്മളിൽ ഉണ്ടാകുന്നുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് ഫിയർ ആയിരിക്കാം, ഇമോഷണൽ സെന്ററിൽ നിന്നുണ്ടാകാം, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിൽ നിന്നുള്ളതാണ്. ഒന്ന് വൈകാരികമാണെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് ഫിയറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ മറ്റൊന്ന് ലോജിക്കൽ തിങ്കിങ്ങിൻ്റെതായിട്ട് വരും. അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ആയിട്ടുള്ള ആ ഒരു രീതി നമുക്ക് വന്നിട്ട് അത് മിക്സ് ചെയ്ത് ഏതാണെന്നുള്ളത് അറിയാൻ മേലാത്ത തരത്തിലുള്ള ഒരു ബിഹേവിയർ പാറ്റേൺ നമ്മളിൽ ഉണ്ടാകും. ദെൻ അടുത്തത് ഇമോഷൻസ് ആൻഡ് ഇമോഷണൽ ട്രാപ്സിനകത്ത് റീഇൻഫോഴ്സ്മെന്റ് എങ്ങനെയാണ് സംഭവിക്കുന്നത്, അത് വളരെ ഒരു ട്രാപ്പായിട്ട് നമ്മൾ വരികയും ഒരു ഹാബിറ്റ് ആക്കി മാറ്റുകയും ചെയ്യുന്നു. നമ്മളുടെ ബ്രെയിനിൽ ഞാൻ പറഞ്ഞു ന്യൂറോപ്ലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് നടക്കുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു, റെപ്പറ്റീഷൻ ഉണ്ടാകുന്നു. അടുത്തത് എസ്കലേഷൻ ഓഫ് ഓട്ടോമാറ്റിസിറ്റി എന്ന് പറയും. അതായത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ആ ഒരു പെരുമാറ്റ രീതിയിലേക്ക് വരുന്നു. കാരണം ഇത് ന്യൂറൽ പാത്വേസിൽ സേവ് ചെയ്യപ്പെടുന്നു. അത് നമ്മൾ അറിയാതെ നമുക്ക് തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത വിധത്തില് വളരെ സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ ഒരു കാര്യം കാണുമ്പോഴേക്കും നമ്മൾ എന്താണ് ഇപ്പൊ ചെയ്യേണ്ടതെന്ന് അറിയാത്ത രീതിയിൽ നമ്മൾ അത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ബിഹേവിയർ ആയിട്ട് വരും. ദെൻ ഈ ബിഹേവിയറിന്റെ ഫലമായിട്ട് നമുക്ക് ഇന്റേണൽ നറേറ്റീവ്സ് ഉണ്ടാകും.
എന്താണ് നമ്മളത് എപ്പോഴും നമ്മുടെ തലയിലേക്ക് വന്നുകൊണ്ടിരിക്കും. നമ്മളുടെ ഊണിലും ഉറക്കത്തിലും നമ്മൾ ജോലി ചെയ്യുമ്പോഴും നമ്മൾ എപ്പോഴും അത് നമ്മളുടെ ഒരു ഇന്റേണൽ നറേറ്റീവ്സ് ആയിട്ട് വരും. ഒരു ഫിയർ ആയിട്ട് വരാം. അതല്ലെങ്കിൽ എന്നെ ആരും അംഗീകരിക്കുന്നില്ലെന്നുള്ളതാകാം. അല്ലെങ്കിൽ എന്നെ വിക്ടീം ആക്കി എന്നുള്ളതാകാം. ഈ ഒരു നറേറ്റീവ്സ് നമ്മളിൽ റിപ്പീറ്റ് ചെയ്തിട്ട് അത് നമ്മളുടെ ഒരു ഇമോഷണൽ ട്രാപ്പ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് ആക്കി നമുക്ക് മാറ്റുകയും നമുക്ക് വേണ്ടത്ര സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ദെൻ അടുത്തത് സൈക്കിൾ ഓഫ് കംഫർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ്. ചിലപ്പോൾ നമുക്ക് ചില സമയത്ത് നമുക്ക് സൈക്ലിക്, അതായത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ചില സമയത്ത് നമുക്കൊരു കംഫർട്ട് തോന്നും, ആൻഡ് ചില സമയത്ത് നമ്മൾ ഡിഫെൻസീവ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് ബിഹേവിയർ നമ്മൾ ഫോം ചെയ്യുന്നു. ദെൻ ഇമോഷണൽ ആൻഡ് മെന്റൽ എഫക്ട്സ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇൻക്രീസ്ഡ് ആങ്സൈറ്റി ഉണ്ടാകുന്നു. നമുക്ക് ഇങ്ങനെ ഒരു ഹാബിറ്റ് ഫോം ചെയ്തു, അതിനുശേഷം നമ്മളത് ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ഇതിൽ ഇങ്ങനെ ഈ പാറ്റേണിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു? ഇൻക്രീസ്ഡ് ആങ്സൈറ്റി അല്ലെങ്കിൽ അത് നമുക്കുണ്ടാകുന്നു. ദെൻ ലോ സെൽഫ് എസ്റ്റീം നമുക്കുണ്ടാകും. നമുക്ക് എപ്പോഴും തന്നെ സംശയമാണ്. എസ്പെഷ്യലി ഞാൻ ഇന്ന് പറഞ്ഞത്, അതായത് എക്സ്റ്റേണൽ വാലിഡേഷന് വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അതിനുവേണ്ടി സെൽഫ് ഡൗട്ട്, ഞാനിപ്പോ ഇപ്പൊ ഇത് പറഞ്ഞാൽ ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് അതുപോലെ തന്നെ നമ്മളോട് തന്നെയുള്ള സെൽഫ് റെസ്പെക്ട് പോകുന്നു. ഫ്രസ്ട്രേഷൻ ആൻഡ് ആങ്കർ. ഫ്രസ്ട്രേഷൻ വരുമ്പോഴേക്കും അതോടൊപ്പം തന്നെ വരുന്ന ഒന്നാണ് ആങ്കർ എന്ന് പറയുന്നത്. നമ്മൾ നിരാശരാകുന്നു, അതേസമയം ഏതെങ്കിലും ഒരു അവസരം വരുമ്പോഴേക്കും പൊട്ടിത്തെറിക്കാൻ അല്ലെങ്കിൽ ദേഷ്യപ്പെടാൻ വേണ്ടിയിട്ടുള്ള സ്വഭാവം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ നമ്മിൽ ഗിൽറ്റ് ആൻഡ് ഷെയിം നമ്മളിൽ രൂപപ്പെടുന്നു. ദെൻ സപ്രസിങ് ഇമോഷൻസ് റിപ്പീറ്റഡ്ലി, അതായത് ടോക്സിക് പോസിറ്റിവിറ്റി ട്രാപ്പ് എന്ന് പറയും. അതായത് പറയേണ്ടടത്തും പറയണ്ട, പറഞ്ഞാൽ എന്ത് സംഭവിക്കും, വാട്ട് ഇഫ് എന്നുള്ള ആ ഒരു സൈക്കിളിൽ നമ്മൾ പോലും അല്ലെങ്കിൽ ഒരു ട്രാപ്പിൽ പെട്ടിട്ട് നമ്മൾ വീണ്ടും സഹിക്കും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. കാരണം പറയാതെ പോയതിന്റെ പേരിൽ നമ്മുടെ ഏകാന്തത അല്ലെങ്കിൽ നമ്മുടെ സ്വൈര്യമായിട്ടുള്ള നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ ചിലപ്പോൾ അതിനോട് വൈകാരികമായി നമ്മളുടെ മനസ്സിൽ നമ്മളത് പ്രതികരിച്ചു കൊണ്ടിരിക്കും. അത് നമ്മളുടെ എനർജിയെ നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഈവൻ ശരീരത്തിന്റെ ആരോഗ്യത്തെ പോലും അത് ബാധിക്കുന്നു. ഓവർ തിങ്കിങ് ആൻഡ് മെന്റൽ എക്സോഷൻ എന്ന് പറയും. അതായത് കൂടുതലായിട്ട് ചിന്തിക്കുന്നു, നമ്മളുടെ മെന്റൽ ആയിട്ടുള്ള എനർജി നമുക്ക് നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ നമുക്ക് കോഗ്നിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ആ നെഗറ്റീവ് പാറ്റേൺസ് ഓഫ് തോട്ടിലേക്ക് നമ്മൾ പോകുന്നു. ഒന്നും ശരിയാകുകയില്ല, ആരും ശരിയല്ല, ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല എന്നുള്ള നെഗറ്റീവ് പാറ്റേൺസിലേക്ക് പോകുന്നു. ഇതിന്റെ എല്ലാം ഫലമായിട്ട് നമുക്ക് കൂടുതൽ അല്ലെങ്കിൽ ഡിപ്രഷൻ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. നമ്മളുടെ ആ മാനസിക നിലയൊന്ന് മെച്ചപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഒത്തിരി നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഓക്കെ, ഫൈനലി മൈൻഡ്ഫുള്ളി ബ്രേക്കിംഗ് ഇമോഷണൽ ട്രാപ്സ്. എങ്ങനെയാണ് നമുക്ക് മൈൻഡ്ഫുൾനെസ് വഴി നമുക്ക് നമ്മളുടെ ട്രാപ്പിനെ നമുക്ക് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. സാറേ, ഒത്തിരി നീണ്ടുപോയോ? ഇല്ല സർ. ഓക്കെ, അടുത്തത് ബിൽഡ് എ മോർ അവയർനെസ്. നമുക്കറിയാം മൈൻഡ്ഫുൾനെസ് വഴി നമുക്ക് കൂടുതൽ അവയർനെസ്, ഞാൻ സൂചിപ്പിച്ചതുപോലെ, അതായത് നമുക്ക് കൃത്യമായിട്ട് നമ്മളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണ നമുക്കുണ്ടാകും. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവർക്കും കിട്ടുന്നതാണ്. ഇപ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്ന വിചാരങ്ങളെ നമുക്ക് അറിയാൻ സാധിക്കുന്നു. ദെൻ റെക്കഗ്നൈസ് ദ ട്രാപ്പ്. എന്താണെന്നുള്ളത്, ഏത് ട്രാപ്പിലാണ് ഞാൻ പെട്ടിരിക്കുന്നത് എന്നുള്ള ആ ഒരു ഇതിനെ കുറിച്ച് നമ്മൾ അറിയുക. അതിനുശേഷം നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക. ദെൻ അടുത്തത് നെയിം ആൻഡ് നമ്മളുടെ ആ ഇതിനെ നമ്മൾ നെയിം ഇറ്റ് ആൻഡ് ദെൻ ഒബ്സർവ് ഇറ്റ് എന്നുള്ള രീതിയിലേക്ക് പോകാം. പോസ് ആൻഡ് നെയിം വാട്ട് യു ആർ ഫീലിംഗ്. എന്താണ് ഫീലിങ്സ്, എന്താണ് നമ്മളുടെ തോട്ട്, എന്താണ് ഇങ്ങനെയുള്ളതിനെ കുറിച്ച് നമുക്ക് നെയിം ചെയ്യാൻ പറ്റും. അതിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതോടൊപ്പം തന്നെ നെയിം ഇറ്റ് ആൻഡ് ദെൻ നെയിം ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ നമുക്ക് അതിനെ അടുത്തറിയാൻ നമുക്ക് സാധിക്കും. ഒബ്സർവ് വിത്തൗട്ട് ജഡ്ജ്മെന്റ്. നമുക്കുണ്ടാകുന്നു ഇത് മോശമാണ്, അല്ലെങ്കിൽ ഈ ചിന്ത ശരിയല്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വികാരങ്ങൾ, അതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കരുത്. അത് മോശമാണെന്ന് പറയുന്ന ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് നമ്മൾ എല്ലാവരും. എവിടെയും ഏത് സംസ്കാരത്തിൽപ്പെട്ടാലും അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയല്ല, നമ്മൾ ഒബ്സർവ് വിത്തൗട്ട് ജഡ്ജ്മെന്റ്. നമ്മളോട് തന്നെ നമുക്ക് ചോദിക്കാം, നമ്മളുടെ മൈൻഡിനോട് തന്നെ നമുക്ക് സംസാരിക്കാം. ഏത് തരത്തിലുള്ള ഒരു ഫീലിങ്സിന്റെ അല്ലെങ്കിൽ എന്തിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു ട്രിഗർ ഇപ്പോൾ എനിക്ക് ഉണ്ടാകുന്നത്. ജസ്റ്റ് ഒബ്സർവ്.
ആൻഡ് ദെൻ ആസ്ക് യുവർ സെൽഫ്. ഇതാണ് നമ്മളുടെ മൈൻഡിനോട് തന്നെ ചോദിക്കാം എന്നാണ് പറയുന്നത്. അതായത് എന്താണ്, എന്തിനാണ് ഇപ്പോൾ ഈ വികാരം എന്നിലേക്ക് വന്നത്, അല്ലെങ്കിൽ ഞാൻ ഇത്രയും പൊട്ടിത്തെറിക്കുന്നത്. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ, അല്ലാതെ ഞാൻ പറഞ്ഞപ്പം മറ്റൊരു സാഹചര്യത്തിൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കുക. പ്രാക്ടീസ് ഡിറ്റാച്ച്മെന്റ്. ദിസ് ഈസ് എ തോട്ട് നോട്ട് ടു ഐഡന്റിഫൈ, സോറി, ദിസ് ഈസ് എ തോട്ട് നോട്ട് മൈ ഐഡന്റിറ്റി. എൻ്റെ വിചാരങ്ങൾ, നമ്മുടെ ചിന്തകൾ എന്ന് പറയുന്നത് നമ്മൾ തന്നെ അല്ല എന്നുള്ള ആ ഒരു ഇതിലേക്ക് നമ്മൾ മനസ്സിലാക്കുക. കാരണം നമ്മുടെ ചിന്തകളല്ല നമ്മൾ ഒരിക്കലും. നെയിം ദി ഇമോഷൻ, റീഫ്രെയിം യുവർ തോട്ട്സ്. നമ്മൾ പേരിടുക, അതുപോലെ തന്നെ അത് വേറൊരു പെർസ്പെക്റ്റീവിൽ നമുക്ക് കാണാൻ നമ്മൾ ശ്രമിക്കുക. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം എൻ്റെ ഭാഗത്താണ് ശരി എന്നുള്ളതിനേക്കാൾ ഒരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവിൽ നമുക്ക് കാര്യങ്ങളെ കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ആബ്സല്യൂട്ട്ലി ട്രൂ ആണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ദെൻ ചലഞ്ച് യുവർ തോട്ട്സ്. എന്താണ്? ബൈ ആസ്കിങ് ദ വാലിഡിറ്റി ഓഫ് യുവർ തോട്ട്സ്. ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ പോലും ഉണ്ടാകുന്ന ഈ ചിന്തകൾ ഏതെല്ലാം രീതിയിലാണെന്നുള്ളതിനെ കുറിച്ച് അറിയുക. ഓക്കെ, ഈ തോട്ട്സ് എന്ന് പറയുന്നത് നമ്മളെ ബേസ്ഡ് ഓൺ ഫാക്ട്സ് ഓർ അസംഷൻസ് ആണോ, നമ്മളുടെ വെറും ചിന്തകളാണോ, അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരു വാലിഡിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഫാക്ട് ബേസ്ഡ് ആയിട്ടാണോ നമ്മൾ ഈ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് നോക്കുക. ദെൻ മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് പ്രാക്ടീസ് അക്സെപ്റ്റൻസ് ആൻഡ് ലെറ്റ് ഗോ. നമുക്കുണ്ടാകുന്ന അതിനെ സ്വയം നമ്മൾ വിമർശിക്കാതെ, നമ്മൾ കുറ്റക്കാരാണെന്ന് വിചാരിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ഇറ്റ് ആൻഡ് ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ള ആ ഒരു മനോഭാവം നമ്മൾ വളർത്തിയെടുക്കുക. അതുപോലെ തന്നെ ഷിഫ്റ്റ് യുവർ ഫോക്കസ് ടു ദി പ്രസന്റ് മൊമെന്റ്. നമ്മുടെ പ്രസന്റ് മൊമെന്റിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. ദെൻ കൾട്ടിവേറ്റ് സെൽഫ് കമ്പാഷൻ. ഈ സ്വയം വിമർശനം, കുറ്റപ്പെടുത്തൽ, ഷെയിം, ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വരുമ്പോഴേക്കും നമ്മളെ തന്നെ വെറുക്കാൻ തുടങ്ങും. നമ്മളുടെ തന്നെ ഏറ്റവും വലിയ ശത്രു നമ്മൾ തന്നെയാണ്. വാസ്തവത്തിൽ നമ്മൾ പുറത്തുള്ളത് നമ്മൾ അന്വേഷിക്കുന്നതെങ്കിലും നമ്മൾ സെൽഫ് കമ്പാഷൻ ഇല്ല, സെൽഫ് കൈൻഡ്നെസ് ഇല്ല, ഇങ്ങനെയൊക്കെ ഉള്ളത് നഷ്ടപ്പെട്ടിട്ട് നമ്മൾ അറിയുന്ന അതൊരു ട്രാപ്പായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ സ്പീക്ക് ടു യുവർ സെൽഫ് ആസ് യു ടു എ ഡിയർ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന നിലയിൽ നമ്മളുടെ മൈൻഡിനോട് സംസാരിക്കുക. രമണ മഹർഷി പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, നിന്റെ മനസ്സിനെ നിനക്ക് അറിയണമെങ്കിൽ, അല്ലെങ്കിൽ അതേക്കുറിച്ച് അറിയണമെങ്കിൽ യു ജസ്റ്റ് കീപ് സൈലൻസ്. നമ്മുടെ മൗനത്തിൽ എത്തുക. അതുപോലെ തന്നെ നിന്റെ ആ ആന്തരിക മൗനത്തിൽ എത്തി നിങ്ങളോട് തന്നെ നിങ്ങൾ സംസാരിക്കാൻ പറയുന്നുണ്ട്. അതായത് ചോദിക്കുക, എന്താണ് നിനക്ക് വേണ്ടത്, ഏത് രീതിയിലാണ് ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിനെ, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നതിന്റെ പ്രസക്തി എന്താണ്, ഇതെല്ലാം നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ കുറച്ചുകൂടി നമ്മൾ ശാന്തമാകണം. ദെൻ ബിൽഡ് എ മൈൻഡ്ഫുൾ റൊട്ടീൻ. ഉദാഹരണമായിട്ട് മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ തന്നെ റൊട്ടീനായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. ഇടയ്ക്കൊക്കെ നമ്മൾ ബ്രേക്ക് ചെയ്യുക. അതിന്റെ ആ സെൻസ് ആ പ്രാക്ടീസ് നമുക്ക് കിട്ടണം. ഉദാഹരണമായിട്ട് 1 മിനിറ്റ് മെഡിറ്റേഷൻ നമുക്ക് നടക്കാം, മൈൻഡ്ഫുൾനെസ് ബ്രേക്ക് എടുക്കാം, അല്ലെ 5 മിനിറ്റ് എടുക്കാം, മൈൻഡ്ഫുൾ വാക്കിംഗ് എടുക്കാം, അല്ലെങ്കിൽ മറ്റതുപോലെയുള്ള മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. എൻഗേജ് യുവർ സെൻസസ്. അടുത്തത് നമ്മളുടെ 5 പഞ്ചേന്ദ്രിയങ്ങളെയും നമ്മൾ ഇങ്ങനെയുള്ള സമയത്ത്, കൂടുതലായിട്ട് നമുക്ക് വിഷമങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ വളരെ വേദനാജനകമായിട്ട്, അല്ലെങ്കിൽ വളരെ നമ്മൾ പ്രക്ഷുബ്ധമാണ് നമ്മുടെ വികാരങ്ങൾ വന്ന് നമ്മുടെ മനസ്സും ശരീരവും മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് ഇല്ലാതെ തന്നെ നമുക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മളുടെ 5 പഞ്ചേന്ദ്രിയങ്ങളെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കുറച്ചുകൂടെ ശാന്തമാകാൻ വേണ്ടി. ഉദാഹരണമായിട്ട് നമുക്ക് ചെയ്യാവുന്ന, നമ്മളുടെ ജനലിലേക്ക് അടുക്കൽ പോയി പുറത്തേക്ക് നോക്കുക, അല്ലെങ്കിൽ ഒരു ഗാർഡൻ ഉണ്ടെങ്കിൽ അവിടെ ഇറങ്ങുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ശബ്ദങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക. ആ ശബ്ദം എവിടുന്നാണ്, എന്താണെന്നുള്ളത് നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് കേൾക്കുക. ഒരു പൂവിനെ കാണുക, അല്ലെങ്കിൽ ഒരു പക്ഷിയുടെ ചിലയ്ക്കൽ, അതിലേക്ക് ശ്രദ്ധിക്കുക. അങ്ങനെ നമുക്കുള്ള 5 ഇന്ദ്രിയങ്ങളിലേക്കും നമ്മുടെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി മൈൻഡ്ഫുൾ ആയിട്ട് ഇങ്ങനെയുള്ള നമ്മളുടെ ഉള്ളിലുള്ള ഈ അഗ്നിപർവ്വതങ്ങളുടെ ആ വിസ്ഫോടനം, അത് നമുക്ക് കുറച്ചുകൂടി ശാന്തമാകാൻ നമുക്ക് സാധിക്കും. മറ്റൊന്ന് പേഴ്സണലാണ്. ഞാൻ എഴുതിയ എൻ്റെ പുസ്തകം നിങ്ങൾക്ക് കാണാൻ തോന്നി, ഇവിടെയുണ്ട്. നോക്കട്ടെ. ഓക്കെ, ഇതാണ് പുസ്തകം. കാണുന്നില്ല. പൊക്കി പിടിച്ചു. ഇപ്പൊ കാണാമല്ലോ. കാണാം. ഓക്കെ, പുസ്തകം ഇവിടെ വന്നു.
ഞങ്ങൾ മാർച്ച് 8-ാം തീയതി വിയന്നയിൽ വെച്ച് ഞങ്ങൾ അത് റിലീസ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ ഞാൻ അതിന്റെ ഇതാണ് പഴയ 2 പുസ്തകം കൂടെ കൂടി പല പ്രാവശ്യം പറഞ്ഞാണ് €700, സോറി യൂറോ അല്ല, രൂപ. അപ്പൊ അത് 450 രൂപ കൊടുത്ത് സാറ് യൂറോ ഇപ്പൊ യൂറോ രൂപയ്ക്ക് പകരം യൂറോ പറഞ്ഞു തുടങ്ങിയെന്ന് പറയാ. ഓക്കെ. അല്ല, അത് ഞാൻ ഇവിടെ സ്ഥിരം പറയുന്ന യൂറോ എന്ന് പറയുന്നത് അങ്ങനെ വരുന്നതാണ്. പുസ്തകത്തിന്റെ പേരൊന്നും പറയാമോ? പുസ്തകത്തിന്റെ പേര്, ഒന്നാമത്തെ പുസ്തകം ധൃതും മന്ത്രണങ്ങൾ എന്ന് പറയും സാറേ. ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ ആലപ്പുഴ വെച്ച് റിലീസ് ചെയ്ത പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. നോട്ട് ചെയ്യാനുള്ളത് ഇതാണ്. ഈ നമ്പർ GPay ആൻഡ് വാട്സപ്പ് നമ്പറാണ്. ഈ നമ്പറിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2 പുസ്തകമോ അല്ല 1 പുസ്തകമോ കിട്ടും. നമ്പർ ഞാൻ തരാം, എന്നോട് പറഞ്ഞാലും മതി, എൻ്റെ നമ്പറിൽ ഒന്ന് ഇട്ടാലും മതി, ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ഇട്ട് തരാം. രണ്ടാമത്തെ പുസ്തകം എന്തോ പറഞ്ഞു. രണ്ടാമത്തെ ബുക്ക് ആന്തരിക മൗനം. ആന്തരിക മൗനം നമ്മുടെ അസ്തിത്വ സാരാംശം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പറയുന്നതും അല്ലെങ്കിൽ നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ എല്ലാം ലക്ഷ്യം ആന്തരിക മൗനമാണ്. ആ മൗനത്തിലൂടെ എങ്ങനെ നമുക്ക് എന്താണ് നമ്മുടെ അസ്തിത്വ സാരാംശം നമുക്ക് കണ്ടുപിടിക്കാമെന്നുള്ളതാണ്. ശാസ്ത്രീയമാണ്, ഒരിക്കലും ഒരു റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. സൈക്കോളജി ആൻഡ് ന്യൂറോളജി ബേസ് ചെയ്ത് ആധുനിക ശാസ്ത്രം ആന്തരിക മൗനത്തെ പറ്റി എന്തു പറയുന്നു, അതിനുള്ള മാർഗങ്ങൾ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രതിപാദിക്കുന്നതാണ് ഈ രണ്ടാമത്തെ പുസ്തകം. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അപ്പൊ 2 കൂടി ഓർഡർ ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോ പുസ്തകത്തിന്റെ പേര് എഴുതിയില്ലെങ്കിലും എൻ്റെ പേര് പറഞ്ഞിട്ട് ഈ 2 പുസ്തകം കൂടി വേണമെന്ന് പറഞ്ഞാലും 2 പുസ്തകം നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ചിലരൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ കഴിഞ്ഞ വർഷത്തെ പുസ്തകം, എനിക്കറിയാം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് 1 പുസ്തകം വേണമെങ്കിൽ 250 രൂപ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്താൽ കിട്ടും. ഓക്കെ, നമ്പർ നോട്ട് ചെയ്തെന്ന് തോന്നുന്നു. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിഷയം സാർ പറഞ്ഞതുപോലെ ഹാബിച്വൽ ആയിട്ടുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് നമുക്ക് മാറി നമ്മൾ നമ്മളുടേതായ ആ രീതിയിലേക്ക് മൈൻഡ്ഫുൾനെസ്സിലൂടെ തിരിച്ചെത്തുന്ന ഒരു തലമാണ്. പലപ്പോഴും നമുക്ക് ഇമോഷണൽ ട്രാപ്പുകൾ അല്ലെങ്കിൽ ട്രാപ്പുകൾ ഉണ്ടാകും. എവിടെയാണ്? ഇമോഷണൽ ഹാബിറ്റ്സ് നമ്മുടെ ബ്രെയിനിൻ്റെ സ്വഭാവമാണ്. എപ്പോഴും ബ്രെയിൻ ഹാബിറ്റ്സ് ആയിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം അത്രമാത്രം സ്ട്രെയിൻ കുറവാണ്. നമ്മൾ ശരിയാണ്, നമുക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശീലങ്ങളാണ്. ഡ്രൈവിങ് അതൊരു ഹാബിറ്റാണ്. അങ്ങനെ ഹാബിച്വലായി കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഡ്രൈവിംഗ് ആണ്. കോൺഷ്യസ് മൈൻഡിനേക്കാളും കൂടുതൽ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഡ്രൈവിംഗ്. അപ്പം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഹാബിച്വലാകാം. അപ്പോൾ അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഹാബിച്വൽ പ്രശ്നങ്ങളെ എങ്ങനെ മൈൻഡ്ഫുൾനെസ്സിലൂടെ നമുക്ക് സോൾവ് ചെയ്യാം എന്നുള്ള ആ ഒരു വിഷയം വളരെ ആധികാരികമായിട്ട് സാർ വളരെ കാലങ്ങളായി പറയുന്നു. അപ്പോൾ ഈ വർഷത്തിൽ 10ാമത്തെ ക്ലാസ്സിൽ, പ്രത്യേകിച്ച് ഇതിനു മുമ്പുള്ളതെല്ലാം ഈ ഹാബിച്വലുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇമോഷണൽ ട്രാപ്സ് എങ്ങനെയാണ് നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നത് അങ്ങനെ പ്രതിപാദിക്കാം. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു മെഡിറ്റേഷൻ ഉണ്ടതിന് ശേഷവും നമുക്ക് ചോദിക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കും. എന്തെങ്കിലും പെട്ടെന്ന് ആർക്കെങ്കിലും പോകാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് മെഡിറ്റേഷന് ശേഷവും ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. 8:10 പള്ളിക്ക് പോകും. അപ്പൊ ആന്റണി സാറിന് എല്ലാവിധ ഭാവുകങ്ങളും. സാറിന്റെ മുഖത്തൊരു ഹാലോ ഉണ്ട്. ആ പുസ്തകം പ്രസിദ്ധീകരിച്ചതിന്റെ ഇന്ന് സാറിന് വളരെ സന്തോഷത്തില് കാണണമെന്ന് എനിക്ക് പല പ്രാവശ്യം എന്റെ മനസ്സ് പറഞ്ഞു. ആ ബാക്ക്ഗ്രൗണ്ടും PPT ഒക്കെ അടിപൊളിയായിട്ടാണ്. ഒരു വെളിച്ചാണ് ചുറ്റും. നന്നായി വരട്ടെ സാറേ. താങ്ക് യു. നല്ല സെഷൻ. 8:10 ഞാൻ സ്കിപ്പ് ചെയ്യും. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. സോ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനെങ്കിൽ നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം. ഒരു ഭയമുള്ളത് നീണ്ടുപോയെന്നുള്ളതാണ്. ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ എല്ലാ വശങ്ങളും വിശദമായിട്ട് പറയണമല്ലോ എന്ന് വിചാരിച്ചാണ് ഇന്നത്തെ. സാധാരണ ഞാൻ 8:50 ഉള്ളൂ. 7:50 ഉള്ളൂ. ഓക്കെ സാർ മെഡിറ്റേഷനിലേക്ക് പോകാം നമുക്ക്. സാർ എന്ന് ചോദിക്കാം. പറയും. പറയും. സാർ ഒട്ടും നീണ്ടുപോയിട്ടില്ല, കുറഞ്ഞു പോയോ എന്നുള്ള ചെറിയൊരു സംശയമാണ് വന്നത്. റഷീദ് സാർ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാം എഴുതിയെടുക്കുന്നുണ്ട്, ഒരു പുഞ്ചിരിയോടുകൂടി ചെയ്യുന്നത് ഞാൻ ക്ലാസ്സിന്റെ ഇടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചു. സോ താങ്ക് യു വെരി മച്ച്. ആൻഡ് എനിക്കത് വളരെ ഒരു മോട്ടിവേഷൻ ആയിരുന്നു പറയാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട്. സാറേ, ഒരു പ്രശ്നം സാറുടെ ഇതില്ലേ, മറ്റേ നാർസിസ്റ്റ് പേഴ്സണാലിറ്റിയുടെ പ്രശ്നമല്ല, നല്ല കാര്യം പറയാം. അത് ആ ഒരു മെഡിറ്റേഷൻ ഞാൻ
മിക്കവാറും ഡെയിലി ചെയ്യാറുണ്ട്. അപ്പോ ഓക്കെ. പിന്നെ മാത്രമല്ല ഇതിൽ പങ്കെടുക്കാറില്ലെങ്കിൽ സാറുടെ യൂട്യൂബ് ഇതിൽ വരുന്ന ഇതൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. അപ്പൊ അത് ഈ ക്ലാസ്സിനെ സംബന്ധിച്ച് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇൻട്രസ്റ്റിംഗ് മാത്രമല്ല, വളരെ ഒരു ടച്ചിങ് ആയിട്ട് തോന്നി. പറയുമ്പോൾ ഇങ്ങനെയല്ലോ, നല്ലൊരു പ്രഭാഷണം കേൾക്കുമ്പോൾ ഈ പലപ്പോഴും നമ്മൾ ഈ ഓഷോയുടെ പ്രഭാഷണം കേൾക്കുമ്പോൾ തോന്നും, ഇദ്ദേഹം എന്നെ കുറിച്ചാണോ പറയുന്നത്. എനിക്ക് ഇത് കേട്ടപ്പോ ഇന്നത്തെ ടോക്കില് എന്റെ പ്രശ്നങ്ങളാണ് ആന്റണി സാർ പറയുന്നതെന്ന് എനിക്ക് തോന്നിയത്. പലതും ഓരോന്നും പറയുമ്പോൾ മാത്രമല്ല, കുറെ ടേംസ് ഇല്ലേ, അതൊക്കെ ഈ പിന്നെ ടോക്സിക് പോസിറ്റിവിറ്റി, മറ്റേ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉള്ളിലുള്ള കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് ഇത് പറയുന്നു, എന്നിട്ട് ഇതിനെ കുറിച്ച് നമ്മൾ വറി ചെയ്യുന്നു, പിന്നെ ഉറക്കം കളയുന്നു, ഇങ്ങനെയൊക്കെ തോന്നിയിട്ട് വളരെ ടച്ചിങ് ആയി തോന്നി. വളരെ ഞാനത് പേഴ്സണൽ ആയിട്ട് തന്നെ എടുത്തു. അദ്ദേഹത്തിന്റെ ആ പുസ്തകത്തിന്റെ കാര്യം പ്രത്യേകം ചോദിച്ചത്, ആ പുസ്തകം ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. താങ്ക് യു സാർ. പിന്നെ ഇതിനുള്ള ഒരു പരിഹാരത്തിന്റെ ആ ഏരിയ കുറച്ച് സമയക്കുറവുണ്ടായിരിക്കും സാർ, വളരെ കുറച്ച് പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ നിന്ന് എങ്ങനെ റിക്കവറി ചെയ്യാം എന്നുള്ള ഏരിയ സാറിന്റെ സ്പീഡിലും പറഞ്ഞു എനിക്കറിയാം. ഞാൻ സാറുടെ പുസ്തകം വായിച്ച ശേഷം ഞാൻ സാറോട് പേഴ്സണൽ ആയിട്ട് തന്നെ ഒരു സംശയം ചോദിക്കാം. കാരണം എല്ലാവരുടെയും ടൈമിംഗ് ഉള്ളതുകൊണ്ട്. You are welcome. Okay, sir. Thank you so much. Okay. Thank you so much. Thank you. ഓക്കെ, നമുക്ക് മെഡിറ്റേഷന് പോകാം. ഓക്കെ സർ. Okay then. സാർ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം സർ. Okay, we start now. കണികളെ മറികടക്കാൻ സഹായിക്കുന്ന മാർഗനിർദ്ദേശ ധ്യാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എളുപ്പത്തിൽ ശല്യമുണ്ടാകാത്ത ശാന്തമായ ഒരു സ്ഥലത്ത് സുഖപ്രദമായ രീതിയിൽ ഇരിക്കുക. അടുത്ത 20 മിനിറ്റ് ശാരീരികമായി അധികം അനക്കങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി ഉള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ ചെയ്യുക. നിങ്ങൾ കണ്ണട ധരിക്കുന്നവരാണെങ്കിൽ അത് മാറ്റിവെക്കാം. നിങ്ങളുടെ കൈകാലുകളുടെ അല്ലെങ്കിൽ വസ്ത്രത്തിന്റെ ആവശ്യമായ എല്ലാ മാറ്റങ്ങളും ഇപ്പോൾ വരുത്തുക. നിങ്ങൾ പൂർണ്ണമായും ധ്യാനത്തിന് തയ്യാറായി എങ്കിൽ
ശാന്തമായി സൗമ്യമായി നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുകയോ മെല്ലെ തുറന്നു വയ്ക്കുകയോ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. നിമിഷത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ആ ശാന്തത മനസ്സിലും ശരീരത്തിലും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതിനെ നിങ്ങൾ ഒരു നിമിഷം അനുഭവിക്കുക. നമ്മൾ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വളരെ ആഴത്തിൽ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നത്ര ആഴത്തിൽ സമയമെടുത്ത് ശാന്തമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അതുപോലെ വളരെ ശാന്തമായി ആ ശ്വാസത്തെ പുറത്തേക്ക് വിടുക. അങ്ങനെ 3 പ്രാവശ്യം വളരെ ആഴത്തിൽ ശ്വസിക്കുക. ധ്യാനത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ശ്വസന നിരീക്ഷണമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതിനു മുൻപ് പഠിച്ചതുപോലെ നമുക്കൊരു 5 സെക്കൻഡ് ഉള്ളിലേക്ക് ശ്വാസം എടുക്കുക. അത്രയും ദൈർഘ്യത്തിൽ തന്നെ ശ്വാസം പുറത്തേക്ക് വിടുക. അങ്ങനെ ആ ശ്വാസോച്ഛ്വാസവുമായി നമ്മൾ താതാത്മ്യം പ്രാപിക്കുക. ശാന്തവും സമാധാനം നൽകുന്നതുമായ ആ ശ്വാസോച്ഛ്വാസത്തിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ ധ്യാനം തുടരാം. ധ്യാനം തുടരുമ്പോൾ പതിവായി നമ്മളെ സന്ദർശിക്കാറുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരിക സ്വാഭാവികമാണ്. നമ്മളുടെ കഴിഞ്ഞ കാലത്തിൽ സംഭവിച്ചതിനെ കുറിച്ചുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചിന്തകളാകാം, അല്ലെങ്കിൽ അവയോട് ബന്ധപ്പെട്ട വികാരങ്ങളാകാം, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളാകാം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അവയെ ശ്രദ്ധിക്കുക.
എന്തെങ്കിലും ചിന്തകൾ കടന്നു വരട്ടെ എന്ന് നിങ്ങൾ കരുതരുത്. അങ്ങനെ വരുന്നെങ്കിൽ മാത്രം, സ്വാഭാവികമായി ചിന്തകൾ വരുന്നെങ്കിൽ അവയെ ശ്രദ്ധിക്കുക. അവ ഒരുപക്ഷെ സംശയമാകാം, അമിതമായ ചിന്തകളാകാം, ഭയമോ വേദനാജനകമായ ഓർമ്മകളോ നിരാശയോ എന്തെങ്കിലുമാകാം. അവ കടന്നു വരട്ടെ. അവയെ തിരസ്കരിക്കാതിരിക്കുക, അവയിൽ നിന്നും ഓടി ഒളിക്കാതിരിക്കുക. ഒരു നിരീക്ഷകനെ പോലെ അവയെ നിരീക്ഷിക്കുക. കണ്ണാടിയിൽ പതിയുന്ന ഓരോ പ്രതിഫലനങ്ങളും ഒന്നും കണ്ണാടി സ്വീകരിക്കുന്നില്ല, വിട്ടുകളയുന്നു. അതുപോലെ വരുന്ന ചിന്തകളെ യാതൊരുവിധ വൈകാരികമായിട്ടുള്ള താല്പര്യങ്ങളും കാണിക്കാതെ നിരീക്ഷിക്കുക. ചിന്തകളോട് നമുക്ക് പറയാം, അതേത് തരത്തിലുള്ളതാകട്ടെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്തെങ്കിലും ചിന്തകൾ കടന്നു വരുന്നെങ്കിൽ പറയാം, ഞാൻ നിന്നെ കാണുന്നു, ഞാൻ നിന്നെ അംഗീകരിക്കുന്നു, പക്ഷേ ഞാൻ എന്തായിരിക്കുന്നുവോ അത് നീയല്ല. ചിന്തകളെ നിരീക്ഷിക്കുക. ചിന്തകളൊന്നുമില്ലെങ്കിൽ സാവധാനം നമ്മുടെ ശ്വാസോച്ഛ്വാസ നിരീക്ഷണത്തിലേക്ക് നിങ്ങൾക്ക് മടങ്ങിപ്പോകാം. സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക അനുഭൂതികൾ അനുഭവപ്പെടുന്നെങ്കിൽ അവയെയും നിങ്ങളുടെ ഒബ്സർവേഷന് അല്ലെങ്കിൽ നിരീക്ഷണത്തിന് വിധേയമാക്കുക. കാൽവിരലുകളിലോ അല്ലെങ്കിൽ ശരീരത്തിന്റെ എവിടെയെങ്കിലും ഉണ്ടാകുന്ന മരവിപ്പോ വേദനയോ ഒന്നും മാറ്റുവാൻ വേണ്ടി ശ്രമിക്കാതിരിക്കുക, അംഗീകരിക്കുക, നിരീക്ഷിക്കുക. നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ കേൾക്കുന്ന ശബ്ദകോലാഹലങ്ങളെയും നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഒന്നിനെയും വിധിക്കരുത്, അവ സംഭവിക്കട്ടെ. അവയെ നിരീക്ഷിക്കുക. മുൻവിധികൾ ഇല്ലാതെ ശ്രദ്ധിക്കുക മാത്രം ചെയ്യുക. വീണ്ടും നിങ്ങൾ സൗമ്യമായ ശാന്തമായ നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് മടങ്ങിപ്പോകുക. ധ്യാനം നമുക്ക് തുടരാം.
മനസ്സ് വീണ്ടും ചിന്തകളിൽ അലഞ്ഞു തിരിയുകയാണെങ്കിൽ സൗമ്യമായി തിരികെ വരികയും ശ്വാസോച്ഛ്വാസ നിരീക്ഷണത്തിൽ ധ്യാനം തുടരുകയും ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളോടോ നിങ്ങളുടെ ചിന്തകളോടോ ശാരീരികമായ സംവേദനങ്ങളോടോ ഒന്നിനോടും യാതൊരു വിധത്തിലുള്ള മുൻവിധികളോ വെറുപ്പോ ഒന്നും തോന്നരുത്. ശാന്തമാകുക, സമാധാനം ശ്വസിക്കുക, അസ്വസ്ഥതകൾ, പിരിമുറുക്കങ്ങൾ നിശ്വസിക്കുക. വ്യക്തത ശ്വസിക്കുക, സംശയം നിശ്വസിക്കുക. ഓരോ ശ്വാസമെടുക്കുമ്പോഴും നിങ്ങൾ കൂടുതൽ അനുകമ്പയ്ക്കും നിങ്ങളെ തന്നെ മനസ്സിലാക്കുന്നതിനും സൗഖ്യത്തിനും ഇടം സൃഷ്ടിക്കുകയാണ്. ശാന്തമായ ഈ അന്തരീക്ഷത്തിൽ മനസ്സും ശരീരവും കൂടുതൽ സ്വസ്ഥത അനുഭവിക്കുന്ന ഈ സമയത്ത് നമുക്ക് 1-2 സ്ഥിരീകരണങ്ങൾ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാം. നിശബ്ദമായി നിങ്ങൾ സ്വയം പറയുക, ഞാൻ എൻ്റെ ചിന്തകളല്ല. ഉപകാരപ്പെടാത്ത ചിന്തകളെ ഞാൻ പുറത്തുവിടുവാൻ തീരുമാനിക്കുന്നു. ഈ വർത്തമാന നിമിഷത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ധ്യാനം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഈ പരിശീലനത്തിന് വേണ്ടി നിങ്ങൾ ഇത്രയും സമയം ചിലവഴിച്ചതിന് നിങ്ങളോട് തന്നെ നന്ദി പറയുക. നിങ്ങളെ തന്നെ അഭിനന്ദിക്കുക. സ്നേഹപൂർവ്വം ഒരു തലോടൽ നിങ്ങൾക്ക് തന്നെ സമ്മാനിക്കുക. നിങ്ങൾക്ക് നന്ദി പറയുവാൻ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. നിങ്ങൾ പ്രതികരണത്തെക്കാൾ ഇത്രയും സമയം അവബോധം തിരഞ്ഞെടുത്തതിന്, സമരത്തെക്കാൾ സമാധാനം തിരഞ്ഞെടുത്തതിന്, നിരാശയേക്കാൾ
പ്രതീക്ഷയെ തിരഞ്ഞെടുത്തതിന്, അലഞ്ഞു തിരിയുന്നതിന് പകരം ഈ വർത്തമാന നിമിഷത്തിൽ ശാന്തതയോടെ ഇരിക്കുവാൻ കഴിഞ്ഞതിന് നിങ്ങളോട് തന്നെ നന്ദി പറയുക. ശാരീരികമായ അവബോധത്തിലേക്ക് തിരികെ വരിക. നിങ്ങളിരിക്കുന്ന പരിസരത്തെക്കുറിച്ചുള്ള അവബോധവും നിങ്ങൾ വീണ്ടെടുക്കുക. നിങ്ങളുടെ കൈയിലെയും കാലുകളെയും വിരലുകളെ ശാന്തമായി ചലിപ്പിക്കുക. നിങ്ങൾക്ക് സാവധാനം കണ്ണുകൾ തുറക്കാം. ധ്യാനം അവസാനിച്ചു. Okay. Good evening. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. താങ്ക് യു. Good evening. ഓക്കെ, ഇനി നമുക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. വളരെ പ്രധാനമുള്ള ഒരു വിഷയമാണ് അത് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമോഷണൽ ഹാബിറ്റ്സ്, അത് പ്രത്യേകിച്ച് നെഗറ്റീവ് ഹാബിറ്റ്സിനെ എങ്ങനെ നമുക്ക് സറണ്ടർ ചെയ്യാം ത്രൂ മൈൻഡ്ഫുൾനെസ്. സോ ആരാണ് ഷെയർ ചെയ്തത്? മനോജ് സാർ, കുറേ നാളായാലും കണ്ടിട്ട്. മനോജ് സാർ റെഡിയാണോ? ഫ്രീ ആണോ? മനോജ് സാർ കേൾക്കുന്നില്ല. ഓമന ടീച്ചർ, റോയ് സാർ, ഷീല മാം, ഉഷ മാം. ആർക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ചെയ്യാലോ. മനോജ് സാർ പറയും. സാർ അൺമ്യൂട്ട് ചെയ്യും. നമസ്കാരം സാർ. നമസ്കാരം. ഗുഡ് ഈവനിങ്. Yeah. കുറച്ച് നാളായി കേൾക്കാം, ഈ സ്കൂളിൽ നിന്ന് ആബ്സെന്റ് ആണ്. കേൾക്കാമോ? സ്ട്രക്കായോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. യെസ്. അപ്പൊ ഞാൻ ഈ സ്കൂളിൽ നിന്ന് ആബ്സെന്റ് ആയിട്ട് കുറെ ദിവസങ്ങളായി. യാത്രകളിലായിരുന്നു. അത് കാരണം ഞാൻ ഇപ്പോഴും സാറിന്റെ ഇത് ആന്റണി സാറിന്റെ ക്ലാസ് തുടങ്ങിയപ്പോൾ കയറി. പക്ഷെ എനിക്ക് വേറൊരു കോളിൽ പോകണ്ടായിരുന്നു. അതുകൊണ്ട് സാറിന്റെ ക്ലാസ് മുഴുവൻ എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. അപ്പൊ ബാക്കിയുള്ളവരിന്ന് പറയുന്നത് കേൾക്കുകയും ഒക്കെയാണ് എൻ്റെ ജോലി. അപ്പൊ ഇന്നുപോലെ എൻ്റെ അറ്റൻഡൻസ് ഇവിടെ രേഖപ്പെടുത്തി. ഞാൻ സാബു സാറിനെ വിളിച്ചായിരുന്നു യാത്രയെ കഴിഞ്ഞു വന്നത്. അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നത്. അപ്പോൾ തുടങ്ങാം. ഞാൻ ഇവിടെ ഒരു എന്താണ് ഇന്ന് കേൾവിക്കാരൻ മാത്രമാണ് സാർ. താങ്ക് യു. ഓക്കെ, ഷീലമ്മ പറയും. ഷീലമല്ല, ഉഷാമ്മ പറയും. ആരെങ്കിലും പറയും. സാറേ നമസ്കാരം എല്ലാവർക്കും. നമസ്കാരം. നല്ലൊരു മെഡിറ്റേഷൻ ആയിരുന്നു മൈൻഡ്ഫുൾനെസിന്റെ. താങ്ക് യു സർ. സംശയങ്ങൾ ചോദിച്ചോളൂ. സാറേ, ഇവിടെ പിന്നെ ഇമോഷണൽ ട്രാപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹാബിറ്റ് ഫോർമേഷൻ, ഹാബിറ്റ് ഫോർമേഷൻ എന്നുള്ള സബ്ജക്റ്റ് ആണല്ലോ സാറേ. ഇല്ല, എനിക്ക് ഒരെണ്ണം തോന്നിയത്, പിന്നെ നമ്മൾ മറ്റുള്ളവരോട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മളത് കുറച്ച് ഇതായിട്ട് പെർമിഷൻ മേടിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ടല്ലോ. അത് സാർ ഇവിടെ പറഞ്ഞ ഇത് ദ സീക്കിംഗ് എക്സ്റ്റേണൽ വാലിഡേഷൻ ട്രാപ്പ് എന്നുള്ളതിന് ഒരു ഉദാഹരണമായിട്ടാണ് അത് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നത്.
അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. അതായത് എക്സ്റ്റേണൽ വാലിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇമോഷണൽ ട്രാപ്പ്, അല്ലെങ്കിൽ ഒരു വളരെ വിധേയത്വത്തിന്റെ ഒരു ഭാഗമാകുകയാണ് ചെയ്യുന്നത്. എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മളൊരു പെർമിഷൻ മേടിക്കുന്നത് പോലെ അതല്ല. അതൊരു മാന്യതയുടെ, ഒരു മര്യാദയുടെ ഒരു ഭാഗമാണ്. പക്ഷെ ഇവിടെ എക്സ്റ്റേണൽ വാലിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു നിസ്സാര കാര്യത്തിനും ഞാനത് ചെയ്തോട്ടെ, അല്ലെ ഞാനത് പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ ഞാനത് മേടിച്ചോട്ടെ എന്നൊക്കെയുള്ള ആ ചോദ്യങ്ങളുണ്ടല്ലോ. അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള ഒരു വളരെ അനാവശ്യമായ വിധേയത്വം, ആ വിധേയത്വത്തിൽ നമ്മൾ ഒത്തിരി സഹിക്കുന്നുണ്ട്. കാരണം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ പ്രായത്തിനനുസരിച്ച് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനും ചോദിക്കാനും പറയാനും എവിടെയെങ്കിലും പോകാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അത് വിട്ടിട്ട് നമ്മൾ എവിടുന്നോ നമുക്ക് കിട്ടിയതാണ്. ഇപ്പൊ എവിടുന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് ആയിരിക്കും നമുക്ക് കിട്ടിയത്. അത് വെച്ച് നമ്മള് ഇങ്ങനെ പല രീതിയിലാണ്. ഒന്ന് പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്, ഒന്ന്. രണ്ടാമത് അങ്ങനെ പ്ലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ലൊരു, എന്താ പറയുന്നത്, നല്ലൊരു ഇത് കിട്ടും. അതായത് എന്റെ മോന് അല്ലെങ്കിൽ എന്റെ മോള് നമുക്ക് റാങ്ക് കിട്ടും. ഓക്കെ, അത് കിട്ടും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ നമ്മൾ മാനസികമായി നമുക്കറിയാം, നമ്മുടെ കൂട്ടുകാര് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം ഫാമിലിയിലാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞ എല്ലാ ഭാര്യമാര് അല്ലെ ഭർത്താക്കന്മാര് ചോദിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ട്, ഞാൻ പറഞ്ഞു അതൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന് കുഴപ്പമില്ല, ഇറ്റ്സ് ഓൾ റൈറ്റ്. പക്ഷേ നമ്മുടെ എനർജി, ഊർജം അതുപോലെ കളഞ്ഞ് ഞാൻ പറഞ്ഞ ആ വിഷയത്തെ അത്ര കാണിക്കേണ്ട കാര്യമില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. അതായത് എക്സ്റ്റേണൽ വാലിഡേഷൻ എല്ലാത്തിനും. പിന്നെ അതിന്റെ പിന്നിൽ ഒരു ഭയമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഈ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള NPD ടൈപ്പ് ആൾക്കാർ ചെയ്യുമ്പോഴേക്കും അതിന്റെ പിന്നിൽ ഒരു ഭയത്തിന്റെയും കൂടെ ഭാഗമായിട്ടാണ്. നമ്മുടെ സ്വാതന്ത്ര്യമല്ല നമുക്ക് അവിടെ കിട്ടുന്നത്. ആ ഭയം, അതായത് ഞാനിപ്പോ എന്തെങ്കിലും പറഞ്ഞ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ എന്താകും എന്നുള്ള ആ ഭയം, ഇതൊന്നും ഇല്ലാത്ത ഒരവസ്ഥയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് തോന്നുന്നു. ക്ലിയർ ആയി സാറേ. പിന്നെ ഒരെണ്ണമെന്ന് പറയുന്നത്, നമ്മള് പിന്നെ ഇപ്പൊ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയാണെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഉണ്ടാകുമ്പോൾ നമ്മളത് കുറച്ച് പോളിഷ് ചെയ്ത് അവതരിപ്പിക്കാൻ നോക്കും. അത് ബുദ്ധിമുട്ട് ഉണ്ട്, ഉള്ളിൽ നമുക്കറിയാം ഇത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മളത് കുറച്ച് പോളിഷ് ചെയ്യുന്നത് വഴി നമുക്ക് തന്നെയാണ് ഇത് ദോഷമായിട്ട് വരുന്നതെന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്. സത്യമായിട്ട് അങ്ങ് പറയുക, അവതരിപ്പിക്കുക എന്നുള്ളതാണോ? ഇത് തെറ്റാണെന്നോ സത്യസന്ധമായിട്ട് പറയണ്ടല്ലോ ഉള്ളതല്ല. പലപ്പോഴും ഞാൻ പറയുന്നത് ഇതുപോലെ അതൊരു ട്രാപ്പായി നമ്മൾ സഹിക്കേണ്ട വരിക, ഒന്ന്. രണ്ടാമത് അത് ഒരു വലിയൊരു കോൺഫ്ലിക്റ്റിനെ അല്ലെങ്കിൽ ഇത് നമുക്ക് ഒഴിവാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ പോളിഷ്ഡ് ആയിട്ട് സംസാരിക്കുക. അങ്ങനെയൊക്കെയുള്ള കുറെ ഇതുണ്ട് നമ്മളുടെ ആ പെരുമാറ്റ രീതികളിൽ. നമ്മൾ എവിടെയാണ്, ആരോടാണ് പെരുമാറുന്നത് എന്നുള്ളത്. പക്ഷെ നമുക്കത് ന്യായമായിട്ട് നമുക്ക് സംസാരിക്കാം, മര്യാദയ്ക്ക് നമുക്ക് സംസാരിക്കാം, ഇന്ന രീതിയിലാണെന്നുള്ളത്. കൂടുതൽ ഇമോഷണലി ട്രിഗേർഡ് ആകാത്ത ഒരു സിറ്റുവേഷനിൽ, ഇപ്പൊ നമുക്കൊരു ഉദാഹരണം തന്നെ നമുക്ക് എടുക്കാം. നമ്മൾ ഫാമിലിയിലാണെങ്കിൽ ഞാൻ പറഞ്ഞ ഭർത്താവിനോടോ ഭാര്യയോടോ അല്ലെങ്കിൽ മക്കളോടോ ഉള്ള സംസാരത്തില് നമുക്ക് കുറച്ചുകൂടി ഞാൻ പറഞ്ഞ വിവേകപൂർവ്വം സംസാരിക്കാൻ നമുക്ക് സാധിക്കും, അല്ലെ? കാര്യകാരണങ്ങൾ സഹിതം സംസാരിക്കാൻ പറ്റും. അല്ലെങ്കിൽ നോ എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് വന്ന് അങ്ങനെ വേണ്ട എന്ന് പറയുന്നതിനേക്കാൾ നല്ലതല്ലേ അതിന്റെ ഇതിന് വേണം. ഇപ്പൊ ഉദാഹരണമായിട്ട് 16-17 വയസ്സുള്ള ഒരു കൊച്ചിന് ഒരു സ്കൂട്ടർ വേണം, എന്താണ് മോട്ടോർ ബൈക്ക് വേണം എന്ന് പറഞ്ഞ് ശല്യം ചെയ്യും അവര് ചിലപ്പോൾ, അല്ലെങ്കിൽ ഐഫോൺ, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും. അപ്പൊ അത് വേണോ, അല്ലെങ്കിൽ അതിന്റെ ആവശ്യം എന്താണ്, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഇതൊക്കെ നമുക്ക് കാര്യകാരണങ്ങൾ സഹിതം. അതല്ലെങ്കിൽ ഒറ്റയടി വേണ്ട, നിർത്തി, ഞാൻ മേടിച്ച് ശരിയല്ല എന്ന് പറയുന്ന ആ ഒരു രീതിയാണോ? ഇതൊക്കെ നമ്മൾ ഓരോ സാഹചര്യങ്ങളിൽ നമ്മൾ ചിന്തിച്ച് അത് ഞാൻ പറഞ്ഞ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അതെ, അത് അതിന്റെ സാഹചര്യം അനുസരിച്ച് നമ്മള് സംസാരിക്കുക എന്നുള്ളതാണ്, അല്ലേ സാറേ? അതുപോലെ വേറൊരു പോയിന്റ് ആണ് സാറേ, over analyzing emotions or situations can prevent action altogether. അതെനിക്ക് മനസ്സിലായില്ല സാറേ. ഓവർ analyzing emotions or situations can prevent action altogether.
അതായത് നമ്മൾ കൂടുതൽ അത് അവിടെ ഒരു ഒരു ഇതിലൂടെ വരുന്നുണ്ട്. അതായത് വാട്ട് ഈഫ് എന്നുള്ളതാണ്. ഓവറായിട്ട് അനലൈസ് ചെയ്യുമ്പോഴേക്കും ഇത് അങ്ങനെ ചെയ്താൽ, ഇങ്ങനെ ചെയ്താൽ, ഇപ്രകാരം ചെയ്താൽ, അങ്ങനെ അപ്രകാരം ചെയ്താൽ, പറഞ്ഞാൽ എന്നൊക്കെയുള്ള ആ ഒരു ഇതുണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് കൂടുതൽ ഇത് ഓരോ കാര്യങ്ങളെ കുറിച്ച്, നമ്മുടെ ഇമോഷൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാകുമോ? ഈ കൂടുതലൊക്കെ ഈ ട്രാപ്പുകളൊക്കെ കൂടുതൽ വരുന്ന NPD-യിലുള്ള രീതിയിലാണ്. സാധാരണഗതിയിൽ ഒരു ഒത്തൊരുമിച്ച് പോകുന്ന ഏതെങ്കിലും സാഹചര്യം, ഫാമിലിയിലോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ മറ്റ് സമൂഹത്തിലോ എവിടെയെങ്കിലും ഇത് വലിയ ഇതായിട്ട് വരുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള ആ ഭയവും ഇതെല്ലാം വരുന്നത് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റിയില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, വീണ്ടും കൺഫ്യൂസ്ഡ് ആവുകയാണ് നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായോ? കൂടുതൽ ഓവർ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് അത് വേണ്ട, വാട്ട് ഈഫ് എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ പലപ്പോഴും അത് നമുക്കൊരു തീരുമാനം എടുക്കാൻ നമുക്ക് സാധിക്കില്ല. ഇപ്പൊ ഇന്ന് ചോദിക്കേണ്ട കാര്യം അടുത്ത മാസത്തിലായിരിക്കും നമ്മൾ ചിലപ്പോൾ ചോദിക്കാൻ പോകുന്നത്. കാരണം ഇതേക്കുറിച്ച് ആലോചിച്ച് വേണോ വേണ്ടയോ, വരുംവരായികളെ കുറിച്ചൊക്കെ ഓർത്തിട്ട് വരുമ്പോ സമയം കടന്നു പോകും. സമയം കടന്നു പോകും. മാർച്ച് മാസം ചോദിക്കേണ്ടത് ചിലപ്പോൾ ഏപ്രിലിലായിരിക്കും ചോദിക്കാൻ ഇടയാകും. ഓക്കെ 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 സർ. ഇനി ബാക്കിയുള്ളവർ ചോദിച്ചോട്ടെ സാർ, ഇനിയും ഉണ്ട് ഡൗട്ടുകൾ, വരട്ടെ, ബാക്കിയുള്ളവർ കൂടി അവസരം. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. കുറെ നാളിന് ശേഷം മനോജ് സാറിനെ കാണാൻ പറ്റി, സന്തോഷം. ഓക്കെ, ഓമന ടീച്ചർ. താങ്ക് യു സാർ. ഈ പെർഫെക്ഷനിസത്തെ പറ്റിയാണ് എനിക്കൊന്ന് കുറച്ചും കൂടി മനസ്സിലാകേണ്ടത്. നമ്മൾ ഒരു കാര്യം ചെയ്താൽ വളരെ നന്നാകണം എന്ന് ആലോചിക്കുന്നത് പെർഫെക്ഷനിസം തന്നെയാണോ? ചോദിച്ചു കഴിഞ്ഞോ? ആ സർ. ഓക്കെ, അത് പെർഫെക്ഷനിസം എന്ന് പറയുന്നത് അതിനകത്ത് നമ്മൾ ഒരു കാര്യം ചെയ്യണമെന്നും അത് ഭംഗിയായി ചെയ്യണമെന്നും കരുതുന്നത് തെറ്റല്ല. അത് പെർഫെക്ഷനിസം ആണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്, ഇപ്പൊ ഞാൻ എൻ്റെ തന്നെ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഈ പുസ്തകം ഇറക്കി, അപ്പൊ അതിനകത്ത് ഞാൻ അതൊരു 10 പ്രാവശ്യത്തോളം അതിന്റെ പ്രൂഫ് റീഡിങ് നടത്തി. അത് കാരണം തെറ്റില്ലാതെ, എന്നിട്ടും ചില ഇങ്ങനെയുള്ള ഞാൻ പറഞ്ഞ ആ സ്പേസിന്റെ അത് ഇതൊക്കെ ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ളതും അതേസമയം നമ്മൾ എന്തുമാത്രം 2 വിധത്തിൽ പെർഫെക്ഷനിസം വരുന്നുണ്ട് പ്രധാനമായിട്ടും. ഒന്ന്, ഞാൻ തന്നെ ആണെന്നുള്ള, എനിക്ക് തന്നെ എല്ലാം ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്നുള്ളതിന് വേണ്ടി നമ്മൾ എന്തുമാത്രം ഇമോഷൻസ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊരു ഒരു കൈൻഡ് ഓഫ് വളരെ എന്താണ് ഒരു അതിനെന്താ സൈക്കോളജിയിൽ പറയുന്നത്, ട്രോമ ആയിട്ട് വരുന്നുണ്ടോ എന്നുള്ളത്, ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് വരുന്ന ട്രോമയാണോ നമുക്ക് സംബന്ധിച്ച് ഒന്ന്. പിന്നെ മറ്റൊന്ന്, ഒരു പെർഫെക്ഷനിസ്റ്റിന്റെ മറ്റൊരു ഭാഗമാണ് മറ്റുള്ളവർ ഇതുപോലെ ചെയ്യണം. ഞാൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ചെയ്യുന്നത് നല്ലതാണ്, പക്ഷെ ഞാൻ ചെയ്യുന്നത് പോലെ മറ്റുള്ളവർ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. ജസ്റ്റ് ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. ഒരു സാധനം എടുക്കുന്നു, ഭാര്യയ്ക്ക് നിർബന്ധമുണ്ട് ആ എടുക്കുന്ന സാധനം ആ എടുക്കുന്ന സ്ഥലത്ത് തന്നെ വെക്കണമെന്ന്. പക്ഷെ ഭർത്താവ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. ഒരു നമ്മുടെ വീട്ടിലുണ്ടാകുന്ന, അപ്പൊ അതിനു വേണ്ടി നമ്മൾ വഴക്കുണ്ടാക്കുക, അല്ലെ? അത് ആ രീതിയിലാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നീ ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ എൻ്റെ വഴിക്ക് വാ എന്നുള്ള ഒരു ഇതുണ്ടാകും. ഇതൊക്കെ പെർഫെക്ഷനിസത്തിന്റെ ഭാഗങ്ങളാണ്. അപ്പൊ നമ്മൾ എന്തുമാത്രം ഇമോഷൻസ്, അതായത് നെഗറ്റീവായിട്ടുള്ള ചിന്തകളോടുകൂടി ഈ രീതിയിലായിരിക്കണം. പക്ഷെ ഭംഗിയായിട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു കാര്യം ഓർഗനൈസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പുസ്തകം എഴുതുക, നമ്മൾ പ്രസിദ്ധീകരിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നു, ഈവൻ നമ്മളുടെ ഡ്രൈവിംഗ് പോലും നമുക്ക് സാധിക്കുമെങ്കിൽ, പക്ഷേ എല്ലാം എന്താണ്, മറ്റുള്ളവരെല്ലാം ആ രീതിയിലായിരിക്കണം, ഞാൻ ചെയ്യുന്ന പോലെ ആയിരിക്കണം എന്നുള്ള ആ ഒരു കടും പിടുത്തം, അത് പെർഫെക്ഷനിസം എന്ന് പറയുന്നത് അത് നമുക്ക് സബ്ജക്റ്റീവായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ്, നമ്മളുടെ ആ എനർജിയെ നഷ്ടപ്പെടുത്തുന്നതാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ഒരു കാര്യം ഭംഗിയായിട്ട് ചെയ്യണമെന്നുള്ളതല്ല. കുക്ക് ചെയ്യുന്നതാണെങ്കിലും, ഫോർ എക്സാമ്പിൾ, നല്ല രുചിയോടുകൂടി അതിന്റെ കൃത്യ ഉപ്പും മുളകും എല്ലാം ഇട്ട് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ അതിനുവേണ്ടി വലിയ അധികം പ്രയത്നം ചെയ്യുന്നത്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ച് താമസിക്കുന്നിടത്ത് ഒരു സാധനം ഒരു എല്ലാ സാധനവും ഓരോ സ്ഥലത്ത് കൃത്യമായിട്ട് വെക്കുവാണെങ്കിൽ ആർക്കും ചോദിക്കാതെ ഓടിപ്പോയി എടുക്കാമല്ലോ. അപ്പൊ ഇന്നലെ വെച്ചെടുത്ത് ഇന്ന് വെച്ചില്ലെങ്കിൽ ഇന്നത് കാണൂ. അത് കൊണ്ടല്ലേ അങ്ങനെ പറയുന്നത്, അല്ലാതെ അത് പെർഫെക്ഷനിസം ആണോ? certain extent അതൊരു പെർഫെക്ഷനിസത്തിന്റെ ഭാഗം തന്നെയാണ്. കാരണം എല്ലാവരും ഒരുപോലെ അല്ലല്ലോ, ഓരോരുത്തരുടെ സ്വഭാവങ്ങൾ അങ്ങനെയല്ലല്ലോ. ഞാൻ ചെയ്യുന്നത് ചെയ്യണമെന്നുള്ള ആ ഒരു നിർബന്ധം, അതും ഒരു പെർഫെക്ഷനിസത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്.
അടുക്കളയിൽ വെക്കേണ്ട കറിക്കത്തി ബെഡ്റൂമിൽ കൊണ്ട് വെക്കുന്നത് അത് പ്രായത്തെ ആശ്രയിച്ചിരിക്കും. ആ രീതിയിൽ ഇങ്ങനെ മാറ്റി വെക്കുന്ന ആളുകളുണ്ട്. സാറേ സ്വയരക്ഷയ്ക്കായിരിക്കാം. അതല്ല, ഒരു സാധനം എടുത്തിട്ട് ആ സാധനം എവിടെയാ വെച്ചാണോ ഉപയോഗിച്ചത് ആ ഉപയോഗിച്ചെടുത്ത് ഇട്ടേച്ച് പോകുമല്ലോ. അപ്പൊ പിന്നെ പിറ്റേ ദിവസം ആ സാധനം നോക്കിയാൽ കാണിയല്ല. അങ്ങനെയുണ്ട് എണ്ണം ചിലർക്ക്. കൂട്ടുക, എണ്ണം കൂട്ടുക അല്ലെ, കത്തികളുടെ എണ്ണം കൂട്ടുക. എല്ലാ സ്ഥലത്തും ഓരോ കത്തി വെക്കട്ടെ. എത്ര കത്തി കണ്ടില്ലേലും നോ കുഴപ്പം. നോക്കുന്നിടത്തൊക്കെ കത്തി വെച്ചേക്കണം. ഓക്കെ, റോയ് സർ. അതിന് ആൻസർ പറഞ്ഞില്ല ആന്റണി സാർ, ഒരു സെക്കൻഡ്. ഇല്ല, ഞാൻ പറഞ്ഞതാണ്. പിന്നെ അത് നിങ്ങളിങ്ങനെ പലരും അതേപ്പറ്റി കമന്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് വേറെ പ്രത്യേകിച്ച് സൊല്യൂഷൻ പറയാനൊന്നുമില്ല. കാരണം ഇപ്പം ടീച്ചർ ചോദിച്ചപ്പോ ടീച്ചർ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്തു, എടുക്കുന്ന സാധനം എവിടെ തന്നെ തിരിച്ചു വെക്കുന്നതിനെ കുറിച്ച്. പക്ഷെ ഞാൻ പല കാര്യങ്ങളെ കുറിച്ചും ഞാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അത് ക്ലിയർ ആയി എന്ന് ഞാൻ കരുതുന്നു. ഒരു സാധനം എടുത്ത് തിരിച്ചു വെക്കുന്ന ആ ഒരു കാര്യം മാത്രം അല്ല ഉദ്ദേശിക്കുന്നത്. കാരണം നിർബന്ധം പിടിക്കുക, അവനവൻ ചെയ്യുന്നതും അതുപോലെ തന്നെ മറ്റുള്ളവരും ചെയ്യുന്നതിനെ കുറിച്ച് പ്രതീക്ഷിക്കുക, അതിനു വേണ്ടിയിട്ട് ആവശ്യമില്ലാത്ത രീതിയിൽ, കാരണം കുറ്റമറ്റ മനുഷ്യരോ അല്ലെങ്കിൽ കുറ്റമറ്റ രീതിയിലോ നമുക്ക് ഒരുപക്ഷെ ചെയ്യാൻ പറ്റിയല്ല. ചില സാഹചര്യങ്ങളിൽ നമ്മൾ വിട്ടുകൊടുത്തേ പറ്റുള്ളൂ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഈ ട്രാപ്പിന്റെ കാര്യം തന്നെ പറയാം. ഇപ്പോ പെർഫെക്ഷനിസത്തിന്റെ ഭാഗമായിട്ട് ഈ കത്തി കൊണ്ട് ബെഡ്റൂമിൽ വെച്ച് കഴിഞ്ഞാൽ വൈകാരികമായി നമ്മളിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ള ഈ സാധനങ്ങൾ ഇവിടെ കൊണ്ട് വെക്കരുത് എന്ന് പറയുന്നത്. പക്ഷേ അവര് ചെയ്തു പോകുന്നു. നമ്മൾ പണ്ടും അതിൽ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഫോളോ ചെയ്തു പോയതാണ്. പക്ഷേ ബെറ്റർ ഹാഫ് ഇതിപ്പോൾ എത്ര പറഞ്ഞാലും ഇങ്ങനെ വരുന്നു. അപ്പം മനഃപൂർവ്വമല്ല. പക്ഷെ അന്നേരം നമ്മളിൽ വൈകാരികമായ ട്രാപ്പ് ഉണ്ടാകുന്നു, റിലേഷന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ അത് നമ്മൾ സ്വയം ഈ പറഞ്ഞ നമ്മളെ പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോൾ പറഞ്ഞ പോലെ ഇത് അങ്ങനെ ഇരിക്കേണ്ടതായിരുന്നു, അത് ഇവിടെ കൊണ്ട് വെക്കുന്നത് ശരിയല്ല എന്ന് പറയുന്ന ചിന്തയാണ് നമ്മുടെ ശരിയാണ്. പക്ഷെ അത് ബെറ്റർ ഹാഫ് അംഗീകരിക്കുന്നില്ല. അപ്പോൾ സ്വയം നമ്മുടെ കാര്യത്തിന് എതിരാണല്ലോ പ്രവർത്തിക്കുന്നതെന്ന് വിമർശിക്കാതെ അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് എന്തുകൊണ്ട് ഇതിങ്ങനെ പറ്റുന്നു, ഇത് നീ പണ്ട് മുതലേ ഇങ്ങനെ ശീലിച്ചത് കൊണ്ടാണ്, ഞാൻ അങ്ങനെയല്ല ശീലിച്ചത് എന്നുള്ള രീതിയിൽ ഒരു ചിന്ത വരുവാണെങ്കിൽ നമ്മളെ ആ ട്രാപ്പിൽ നിന്ന് നമുക്ക് കുറെ ഒന്ന് റിലീവ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സ്വാഭാവികമായി ചിന്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നല്ല, ഊണ് കഴിക്കാൻ നേരത്ത് വെള്ളം ഇവിടെ കൊണ്ട് വെക്കണം എന്ന് പറയാം. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വെള്ളം വെക്കുകയില്ല. പിന്നെ ഞാൻ ചോദിച്ചു വെള്ളം കൊണ്ടുവരണം എന്ന് പറയുന്ന ഒരു ഭാഗം വരുമ്പോഴത്തേക്കും ദേഷ്യം വരുന്നു. നമ്മൾ എമോഷണൽ ട്രാപ്പിലായി, നമ്മുടെ ഉദ്ദേശം അനുസരിച്ചുള്ള കാര്യങ്ങൾ നടക്കാതെ വരുന്നു. അപ്പോൾ നമ്മൾ പൊട്ടിത്തെറിക്കുന്നു. അപ്പോൾ നമ്മൾ ട്രാപ്പിലായി. അപ്പോൾ അത് വരുമ്പോഴത്തേക്കും ഏതായാലും വെള്ളം വെക്കുന്നില്ല, ഇനി മുതൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഇവിടെ കൊണ്ടുപോയി വെക്കാം ആദ്യം എന്ന് ഞാനങ്ങ് വെച്ചാൽ എൻ്റെ ആ ഒരു ഇത് വ്യത്യാസം വരുമല്ലോ എന്നൊക്കെയുള്ള ചിന്തകൾ വന്നാൽ നമ്മുടെ ട്രാപ്പിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റും. അത് തന്നെയല്ല, വളരെ സൈലന്റ് ആയിട്ട് പൊട്ടിത്തെറിക്കാതെ, സാധാരണ പറഞ്ഞു, സൈലന്റ് ആയി പൊട്ടിത്തെറിക്കാതെ അതിനെക്കുറിച്ച് ചിന്തിച്ച് ഈ ഒരു ശീലം വന്നു പോയത് കൊണ്ടാണ് അത് വന്നത്. അത് മാറ്റിയെടുക്കണം. ഞാൻ തന്നെ സഹായിക്കാം, ആദ്യം വെള്ളം കൊണ്ട് വയ്ക്കാം എന്നുള്ള രീതിയിൽ ഒരു ഇത് വരുമ്പോൾ തന്നെ വൈകാരികമായ ട്രാപ്പിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ആ ഒരു ഇത് ഇതാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ സാറ് പറഞ്ഞല്ലോ, ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഉള്ള ഉപയോഗിച്ച് ശാന്തനാകുക എന്ന് പറയുന്ന കാര്യങ്ങളും ഒക്കെ ആ പൊസിഷനിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്ന ചില ഘടകങ്ങളാണ്. അപ്പോൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഭാഗങ്ങളാണ് ശരി, ഇതനുസരിച്ച് ചെയ്യുന്നില്ല എന്ന് വരുമ്പോൾ നമ്മൾ വൈകാരികമായി ട്രാപ്പിലായി പോവുക. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മളുടെ ആ ട്രാപ്പിൽ നിന്ന് നമുക്ക് പിരിഞ്ഞു പോരണം, റിലീവ് ആവണമെങ്കിൽ നമ്മൾ എന്ത് സ്വീകരിക്കണം എന്നതിനാണ് ഈ മൈൻഡ്ഫുൾ ആയിട്ടുള്ള മെഡിറ്റേഷൻ നമ്മൾ ഉപകരിക്കേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഓക്കെ സാർ, ഏതായാലും സാറിൻ്റെ ആദ്യം മുതലേ ഉള്ള ക്ലാസ്സുകളൊക്കെ വളരെ ഇതായിട്ട് ഞാൻ എൻ്റെ ലൈഫിലും കാണുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറേയൊക്കെ ഇത് മനസ്സിലാക്കാനും കൂടെ പറ്റുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്കിത് സാറ് പറയുമ്പോഴെല്ലാം അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. എല്ലാം ഇതുപോലെയുള്ള അനുഭവങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടോ, അപ്പോൾ അതെങ്ങനെയാണ് റിലീവ് ചെയ്യാൻ പറ്റുന്നത്, ഇതൊക്കെ മറ്റു പലരും കാണിക്കുന്നതും അതിനകത്ത് നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ
ഇപ്പോൾ ഇമോഷണൽ ട്രാപ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഞാൻ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എനിക്കുണ്ടായ ഒരു അനുഭവം, ഞാനും ഒരു വ്യക്തിയുമായി ഒരു ഹോട്ടലിൽ കയറി പോയപ്പോൾ, പ്രായമുള്ള ആൾ തന്നെയാണ്, അയാൾ ഈ യോഗയുടെ ഇതുമൊക്കെ വളരെ അഡൽട്ട് എഡ്യൂക്കേഷൻ ഭാഗമായിട്ട് യോഗയ്ക്കൊക്കെ ഡിഗ്രിയൊക്കെ മേടിച്ച് പോയ ഒരു യൂണിവേഴ്സിറ്റി പ്രോഗ്രാമിന് പോയപ്പോൾ ഒരു ഹോട്ടലിൽ കയറി. അപ്പോൾ ആ കോൺവെക്കേഷനിൽ പങ്കെടുക്കാൻ പോയ നല്ല വേഷത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ ഹോട്ടലിലെ തൂക്കുമായിട്ട് കൊണ്ടുവന്ന ബോയിയുടെ അശ്രദ്ധ കൊണ്ട് ഇത് വന്ന് മേത്തേക്ക് വീണു. ഈ ആളുടെ ഷർട്ടിലേക്ക് വീണു. നല്ല തേച്ചു വടി പോലെ ഇരിക്കുന്ന വെളുത്ത വേഷത്തിലേക്ക് വീണു കഴിഞ്ഞു. അപ്പോൾ ഉണ്ടാകുന്ന ചില വികാരങ്ങൾ എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം അപ്പം തന്നെ പറഞ്ഞു, സാരമില്ല മോനെ, ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമല്ലേ എന്ന് പറയുമ്പോൾ ആ കുട്ടി, ആ പയ്യനിലുണ്ടാകുന്ന ഒരു പ്രയാസവും, സാറേ ഇത് ഊതിത്തരാം, കഴുകിത്തരാം എന്നൊക്കെ പറയുന്ന ആ ഒരു വലിയ ഒരു ഇത് എനിക്ക് കാണാൻ തരാം. സാധാരണ രീതിയിൽ തന്നെയാണ് എവിടെ നോക്കിയാണ് നടക്കണമെന്ന് ചോദിച്ചാൽ ഒരു പ്രതികരണമായിരിക്കും വരുന്നത് അവിടെ. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമ്മൾ അങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് അവിടെ ഉള്ള, അപ്പോൾ അവനെ എന്തെങ്കിലും ചെയ്യുമോ, അബ്യൂസ് ചെയ്യുമോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരെല്ലാം വിഷയമായി, എല്ലാം പ്രശ്നങ്ങളായി. പക്ഷേ ഈ ഒരൊറ്റ സമീപനം കൊണ്ട് അദ്ദേഹം വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് വരികയും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തു. കൂടെ ഉള്ളവരും അവരും എല്ലാം അപ്രീഷിയേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള വൈകാരികമായ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ ട്രാപ്പിൽ നിന്ന് റിലീവ് ചെയ്യാനുള്ള ഒരു വാസന ഉണ്ടാക്കിയെടുക്കുന്നതിന് മെഡിറ്റേഷൻ സഹായിക്കുമെന്ന് പറയുന്നത് ഞാൻ ഇതുപോലുള്ള എക്സാമ്പിൾസ് കാണുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുന്നു. താങ്ക് യു സർ. ഇത്രയൊക്കെ പറയാം. താങ്ക് യു. ഗുഡ് ഈവനിങ് സർ. സർ ഗുഡ് ഈവനിങ്. കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ. ക്ലാസ്സിനെ കുറിച്ച് റോയ് സാറ് പറഞ്ഞതിനപ്പുറത്തേക്കൊന്നുമില്ല. സാറ് വളരെ ആധികാരികമായിട്ട് തന്നെ അതേക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. പിന്നെ ഡൗട്ട്സ് ഒക്കെ ചോദിച്ചപ്പോഴും ഒക്കെ അതേക്കുറിച്ചുള്ള നല്ലൊരു എക്സ്പ്ലനേഷനാണ് ആന്റണി സാറ് കൊടുത്തത്. പിന്നെ ക്ലാസ്സിൽ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ അനുഭവിക്കുന്നതാണ്. ഡെയിലി ലൈഫിലും അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലും എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ നമ്മള് വേറൊരു കാര്യം കൂടി പറഞ്ഞത് എനിക്ക് വളരെയധികം സ്ട്രൈക്ക് ചെയ്തു. നമ്മളെല്ലാവരും ബലഹീനരാണ്. ഈ പറഞ്ഞ പോലെ പൂർണ്ണതയിലെത്തിയവർ ആരും തന്നെ ഇല്ല. എല്ലാവരിലും ഈ ഇമോഷണൽ ഹാബിറ്റ്സും ഉണ്ട്, ഇമോഷണൽ ട്രാപ്സും ഉണ്ട്. ശരിക്കും അതെങ്ങനെ ഓവർകം ചെയ്യാം, അതല്ലെങ്കിൽ അതെങ്ങനെ മാനേജ് ചെയ്യാം, മറ്റുള്ളവർ ആ ഒരു കാര്യം നമ്മൾ അനുഭവപ്പെടുമ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യാന്നുള്ള ഒരു കാര്യങ്ങളും കൂടിയാണ് ഈ ക്ലാസ്സിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. തീർച്ചയായിട്ടും അത് ഒരു സമരത്തിനപ്പുറത്തേക്ക് സമാധാനം തിരഞ്ഞെടുക്കുന്നതിനും അതുപോലെ തന്നെ നിരാശയ്ക്കപ്പുറം പ്രതീക്ഷ തിരഞ്ഞെടുക്കുന്നതിനും നമ്മുടെ ലൈഫ് ഒരുക്കുന്നതിനും അങ്ങനെയുള്ള ഒരു ട്രെയിനിങ് പോലെ ഈ ക്ലാസ് നമുക്ക് ഉപകാരപ്പെട്ടത്. അതുപോലെ മെഡിറ്റേഷനും നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അതുപോലെ ഒരു കാര്യം കൂടി, മനോജ് സാറിനെ ഒരുപാട് നാളുകൂടി കണ്ടതിൽ ഒരുപാട് സന്തോഷം. സാറിന് ഇടയ്ക്കൊക്കെ മിസ് ചെയ്യാറുണ്ടായിരുന്നു, എന്ത് പറ്റിയെന്ന് ആലോചിക്കാറുണ്ടായിരുന്നു. സാറിന് പ്ലാറ്റ്ഫോമിൽ തിരിച്ചു വന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സർ. ഞാൻ എൻ്റെ ഒഫീഷ്യലായിട്ട് എനിക്ക് ഇത്തിരി തിരക്കായി. ഞാനൊരു നീണ്ട യാത്ര കഴിഞ്ഞിട്ട് എൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഒരു യാത്രയിലായിരുന്നു. ഞാൻ കുറേ നമ്മുടെ ബിസിനസ് നടക്കുന്ന കുറേ രാജ്യങ്ങളിൽ പോയിട്ട് ഇപ്പോൾ തിരിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയതേ ഉള്ളൂ. എല്ലാവരെയും എനിക്കും മിസ് ചെയ്തു. പ്രത്യേകിച്ച് ആന്റണി സാറിൻ്റെ കുറേ ക്ലാസ്സുകൾ ഇതുപോലെ കേൾക്കാൻ പറ്റാതെ പോയി. എനിക്ക് മിസ് ചെയ്യും. ഞാൻ തിരിച്ച് ബാക്ക് ടു ബേസ് ആണ് ഇനിയിപ്പോൾ സജീവമായിട്ട്. അതായത് നേരത്തെ മുൻകൂർ ജാമ്യം എടുത്തിരുന്നു. ഇന്ന് എൻ്റെ ഇടയ്ക്കും സാറിനോട് ഞാൻ മെസ്സേജ് ഇട്ടിരുന്നു. സാറേ, എനിക്ക് ആന്റണി സാറിനോട് ഈ പെർഫെക്ഷനിസ്റ്റിൻ്റെ ഒരു മാറ്ററാണ് ഇവിടെ പറഞ്ഞപ്പോഴേ, അതിൻ്റെ പുറകെ അത്രമാത്രം അങ്ങ് പോകുന്നതും പലപ്പോഴും കുഴപ്പങ്ങളും സൃഷ്ടിക്കുകയില്ലേ. നമ്മളെ ഇവിടെ പറഞ്ഞ മാതിരി എല്ലാവരും അത്രമാത്രം 100% പൂർണ്ണരല്ലല്ലോ. അപ്പൊ ഈ പെർഫെക്ഷനിസം മുറുകെ പിടിക്കുന്നവരിൽ പലരിൽ ഈ പറഞ്ഞ പോലുള്ള ഈ വാഗ്വാദങ്ങളൊക്കെ കാണുകയും നമ്മുടെ വീട്ടിൽ തന്നെ ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. റോയ് സാറൊക്കെ പറഞ്ഞാൽ കറക്റ്റാണ്. അപ്പൊ ഞാൻ എൻ്റെ ഒരു മറ്റുള്ള നമ്മുടെ വീട്ടിലെ അല്ലാതുള്ള എക്സ്പീരിയൻസിലും അത്ര മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പലപ്പോഴും പ്രശ്നങ്ങളുള്ളൂ. അപ്പോൾ അതാണോ ഇവിടെ സംസാരിച്ചുകൊണ്ട് ഇരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് പെർഫെക്ഷൻ വേണം, നമുക്ക് എല്ലാത്തിനും പെർഫെക്ഷൻ വേണമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പക്ഷേ
അതിൻ്റെ ഒരു 100% എപ്പോഴും എല്ലാ കാര്യത്തിലും വേണമെന്ന് ശാഠ്യം പിടിക്കുന്നതും അതിനകത്ത് ഒരു പ്രശ്നമില്ലേ സാർ? ആന്റണി സാറിൻ്റെ ഒരു പെർസെപ്ഷൻ എന്താണെന്ന് ഞാൻ ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് എൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ് ഈ കാര്യത്തിൽ? 100% പറ്റുമോ? ഇല്ല, അത് സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇമോഷണൽ ട്രാപ്പിലേക്ക് വരികയാണ്. എവിടെയോ ഇത്, അതായത് എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നും അതുപോലെ തന്നെ അവനവൻ ചെയ്യുന്ന കാര്യങ്ങളിലും ചിലരങ്ങനെ ഇതുണ്ടാകുന്നുണ്ട്. കാരണം നമുക്ക് ഞാനിപ്പോൾ ഒരു ഉദാഹരണം തന്നെ ഞാൻ പറഞ്ഞില്ല. അതായത് ഞാൻ എൻ്റെ ഈ പുസ്തകം ഉണ്ടാക്കുന്നത് ഇപ്പൊ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുന്നതേ ഉള്ളൂ. സോറി, അത് വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നതിൽ ക്ഷമിക്കണം. ഞാൻ പറഞ്ഞ അത് 10 പ്രാവശ്യം ഞാൻ ആ ടെക്സ്റ്റിലൂടെ കടന്നു പോകേണ്ടി വന്നു. ഇത് എഴുതി കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് അവർ ആ പ്രോസസ്സിങ്ങിലേക്ക്, ഡേറ്റ പ്രോസസ്സിങ്ങിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം അപ്പം അത് ഇറ്റ്സ് ഇമ്പോസിബിൾ ആണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷെ നമുക്കിപ്പോൾ ഒരു സംഗതി കാര്യം ചെയ്യുമ്പോൾ അത് ഭംഗിയായിട്ട് ചെയ്യണം എന്നുള്ളത് എല്ലാവർക്കും താല്പര്യമുള്ള കാര്യമാണ് അല്ലെ? എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുക എന്നുള്ളതല്ല. ഇപ്പോൾ ഒരു ക്ലാസ് എടുക്കാൻ വരുമ്പോഴാണെങ്കിലും ഞാനോ അല്ലെങ്കിൽ ഇപ്പം മനോജ് സാർ എടുക്കുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും, റോയ് സാറ്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ക്ലാസ് എടുക്കുന്നവരാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ മാക്സിമം കിട്ടാവുന്നിടത്തോളം ഇത് കാര്യങ്ങൾ നമുക്ക് നമ്മുടേതായ കഴിവനുസരിച്ച് നമ്മൾ ചെയ്യും ഇല്ലേ? പക്ഷേ അതിന് വേണ്ടി ഒരുപക്ഷെ അതങ്ങനെ ശരിയാകുന്നില്ല എന്ന് വിചാരിച്ചിട്ട്, അത് പറ്റുന്നില്ലെന്ന് വിചാരിച്ച് നമ്മൾ പിന്മാറുന്നുണ്ടെങ്കിൽ അത് പെർഫെക്ഷനിസ്റ്റിന്റെ ഭാഗമാണ് ഇല്ല. ഇപ്പോൾ മനോജ് സാറ് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നു. ആ സമയത്ത് സാറ് ഒരുങ്ങുന്ന സമയത്ത് സാറിനൊരു തൃപ്തി വരുന്നില്ല, അല്ലെങ്കിൽ ഇത് ശരിയാകുമോ എന്നുള്ള ഭയമാകാം, അല്ലെങ്കിൽ ആ പെർഫെക്റ്റ് ആകുന്നില്ലെന്ന് വിചാരിച്ചിട്ട് എന്താണ് ക്ലാസ് എടുക്കേണ്ട രാവിലെ പറയാ, സാറേ എന്നെ കൊണ്ട് പറ്റിയില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നില്ല, കാരണം എനിക്കത് എന്താണ് പെർഫെക്റ്റ് ആകുന്നില്ലെന്നോ അങ്ങനെയൊക്കെയുള്ള ഭയം കൊണ്ടൊക്കെ ആയിരിക്കാം നമ്മളിങ്ങനെ പറയുന്നതെങ്കിൽ അത് ഒരു പെർഫെക്ഷനിസ്റ്റിന്റെ ഭാഗമാണ്. അതുപോലെ നമ്മളെപ്പോഴും സാധാരണ ഗതിയിൽ ഇപ്പൊ സൈക്കോളജി പോകണമെന്നില്ല, അല്ലാതെ തന്നെ നമ്മളുടെ അനുദിന ജീവിതത്തിൽ, നമ്മുടെ ഓർഡിനറി ലൈഫിൽ നമ്മൾ ഈ പെർഫെക്ഷനിസത്തെ പറ്റി നമ്മൾ സംസാരിക്കാറുണ്ട്, കേൾക്കാറുണ്ട്. അവനൊരു പെർഫെക്ഷനിസ്റ്റ് ആണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിങ്ങനെ ഓരോ കാര്യങ്ങളിൽ, ഇപ്പം അത് എല്ലാ മേഖലകളിലും ഉണ്ട്. വീട്ടിലുണ്ട്, പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാഭ്യാസ മേഖലകളിൽ അത് വളരെ ഇതാണ്. ചില ഹെഡ് മാസ്റ്റർമാർ അല്ലെ പ്രിൻസിപ്പൽമാർ അല്ലെങ്കിൽ ടീച്ചേഴ്സ്, ഇവരൊക്കെ ഇങ്ങനെ വളരെ പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാകും. അപ്പൊ അത് മറ്റുള്ളവർക്ക് ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് 100% നടക്കുമെന്നുള്ള ആ ഒരു പ്രതീക്ഷ നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. പക്ഷെ അതിനു വേണ്ടി പിടുത്തം നടത്തുക, അതുപോലെ തന്നെ നമ്മളുടെ എനർജി, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ എനർജി, അവരെ ഹരാസ് ചെയ്യുക, ശരിയായില്ല അല്ലെങ്കിൽ വലിച്ചെറിയുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെ? ഇപ്പൊ ഞാൻ പറഞ്ഞു, ഈവൻ നമ്മളുടെ റോയ് സാറ് പറഞ്ഞ പോലെ, ഞാൻ പറഞ്ഞ ചില സന്ദർഭങ്ങളിൽ ഹോട്ടലുകളിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ചിലർ വളരെ കുറ്റം പറയുന്നവരുണ്ടാകും ഇല്ലേ? ഇതെന്ത് കറിയാ, ഇതെന്താ ഇത്, ഞാനിത് എന്താ ചെയ്യണ്ടേ, എങ്ങനെയാ, അല്ലെ തണുത്തു പോയി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ സംഭവിക്കാം. നമ്മൾക്കിപ്പോ ചിലപ്പോൾ ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിയുമ്പോഴേക്കും ചിലപ്പം തണുത്ത ഭക്ഷണം കിട്ടി. എനിക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ ഒന്ന് ലെറ്റ് ഇറ്റ് ഗോ, അല്ലെങ്കിൽ അക്സെപ്റ്റ് ഇറ്റ്. അത് നമ്മുടെ ഇറ്റ് ഈസ് ബിയോണ്ട് എന്താണ് കൺട്രോളിലൊക്കെ കൊണ്ടുവരാം പക്ഷെ പല കാര്യങ്ങളും. പക്ഷെ അതിനുവേണ്ടി നമ്മളിങ്ങനെ നമ്മളുടെ എനർജി, നമ്മളുടെ സൈക്കിക് എനർജി അല്ലെങ്കിൽ നമ്മുടെ മാനസികമായ ആ എനർജി ഒത്തിരി കളഞ്ഞ്, ഞാൻ പറഞ്ഞ അവിടെ വഴക്കുണ്ടാക്കി ബഹളം ഉണ്ടാക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ. യെസ് സാർ, ഞാൻ 100% സാർ പറഞ്ഞാണ് എൻ്റെ കറക്റ്റ്. ഇന്ന് രാവിലെ ഞാൻ അറ്റൻഡ് ചെയ്ത ഒരു മീറ്റിംഗ് സാർ, ഇറ്റ് വാസ് ലൈക്ക് ഒരു പേപ്പർ പ്രസൻറ്റേഷൻ മാതിരിയുള്ള ഒരു മീറ്റിംഗിൽ ഞാൻ ഇന്ന് അറ്റൻഡ് ചെയ്തു രാവിലെ. ഏതാണ്ട് 5-6 കൺട്രികളിലുള്ള ആൾക്കാർ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു ആൻ്റണി സാർ. അപ്പോൾ അതിനകത്ത് പ്രസൻറ്റ് ചെയ്ത അതിൻ്റെ മെയിനായിട്ട് അത് കോർഡിനേറ്റ് ചെയ്ത് പ്രസൻറ്റ് ചെയ്ത പുള്ളിയുടെ PPTയിൽ നിറയെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു സാർ, സിമ്പിൾ കാര്യങ്ങൾ പോലും. പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. പുള്ളി പറയുകയും ചെയ്യരുത് മൈ PPT. പക്ഷെ പുള്ളിയൊക്കെ അപ്പോൾ അതിനെ ഓവർകം ചെയ്ത് സംസാരിക്കാനും ഒക്കെ ഉള്ളുണ്ട്. ഹി നോസ് ദാറ്റ് ദർ ആർ സ്പെല്ലിംഗ് മിസ്റ്റേക്സ്. അപ്പോൾ ഇന്ന് സംഭവിച്ചതാണ്. അപ്പം ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ള, ഇപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ സാറേ, ഈ റിയാക്ഷൻസ് ആണ് ഈ പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ളവരുടെ കൂടെ നമ്മൾ നിന്ന് പോകുന്നത്. പലപ്പോഴും അവരുടെ റിയാക്ഷൻസ് ഒക്കെ പലപ്പോഴും നമ്മളെപ്പോലും പ്രകോപിക്കുകയും ചെയ്യും. റിയാക്ഷൻസ് റെസ്പോൺസിന് പകരം അല്ലേ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നവരുമായിരിക്കും ഈ പെർഫെക്ഷനിസ്റ്റുകൾ. അങ്ങനെയുണ്ട്. നമ്മുടെ മാനസികത തന്നെ തകർക്കുന്ന രീതിയിലായിരിക്കും പലപ്പോഴും ഇവർ റിയാക്ട് ചെയ്യുന്നത്.
പിന്നെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ അങ്ങനെയൊക്കെ അതിനെ ഒന്ന് റെസ്പോൺസ് ചെയ്യാണ്ട് നമ്മൾ ആ രീതിയിൽ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ വലിയ കൊളീഷൻസ് ഒന്നും ഉണ്ടാവില്ല. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ട് സാർ. ഈ കൂടുതൽ പെർഫെക്ഷനിസം നടക്കുന്നവരുടെ കൂട്ടത്തിൽ എനിക്ക് വളരെ ബിറ്റർ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. റിലേഷൻഷിപ്പ് പോലും തകർത്തിട്ടുണ്ട് ഒരു കൂട്ടത്തിൽ പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ. സോ ഐ സ്റ്റോപ്പ് ദാറ്റ് റിലേഷൻഷിപ്പ് ഓൾസോ. ഇപ്പോൾ മനസമാധാനം ഉണ്ട്. അതുകൊണ്ട് ആ കാര്യം ഞാനിപ്പോൾ ഓർക്കാറ് പോലും. ഇപ്പൊ സാറിന്റെ ഈ ഒരു വിഷയം കേട്ടപ്പോൾ അത് വളരെ റെലവെന്റ് ആണെന്ന് തോന്നി. പെർഫെക്ഷനിസം വേണം. നമ്മളെല്ലാവരും ഇപ്പോൾ സാറ് നമ്മളൊക്കെ തന്നെ ഇവിടെ ലൈവ് ചെയ്യുന്നവരല്ല സാറേ, എന്തെല്ലാം കാര്യങ്ങൾ പറ്റാം. ഈ പ്രസന്റേഷനിൽ നിന്ന് ഒരാൾക്ക് സ്ലൈഡ് പ്രസന്റ് ചെയ്യാൻ പറ്റിയില്ല, ഐ മീൻ ഷെയർ ചെയ്യാൻ പറ്റിയില്ല. സോ ടെക്നിക്കൽ എറേഴ്സ്. അപ്പൊ അതൊക്കെ നമ്മൾ അത് സംഭവിക്കാവുന്ന കാര്യങ്ങളുമല്ല. അപ്പം ഞാനത് ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പം പെർഫെക്ഷൻ ഏറ്റവും നല്ലതാണ്. ഏറ്റവും നല്ല രീതിയിൽ എല്ലാവരും മനഃപൂർവ്വമായിട്ട് ആരും മോശമാകാറില്ലല്ലോ. അപ്പം പെർഫെക്ഷൻ വേണമെന്നുള്ളതിൽ യാതൊരു തർക്കവും. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് മാത്രമല്ല, വേറെ സാറിൻ്റെ ക്ലാസ്സുകൾ എനിക്ക് മിസ് ചെയ്ത്. ഞാൻ ഇതൊരു സബ്ജക്റ്റ് ഒന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ റെസ്പോണ്ട് ചെയ്തെന്നുള്ളൂ സാർ. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു സാർ. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? സ്നേഹലത മാം, സരസ്വതി മാം, ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ചെയ്യാം. സോ ആന്റണി സാർ മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഒരു പുതിയ തലം കൂടെ നമുക്ക് പരിചയപ്പെടുത്തി. ഹാബിറ്റ്സ് എപ്പോഴും നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ച് നെഗറ്റീവ് ഹാബിറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പോലും പലപ്പോഴും പറ്റില്ല. നമ്മൾ പറഞ്ഞില്ലേ, പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ സ്വഭാവം മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് അത്ര ഈസി ആയിട്ടൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നാവള്ളി എപ്പോഴും പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കും, ഭയങ്കര ജഡ്ജ്മെൻ്റലായിരിക്കും. അദ്ദേഹം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ സത്യത്തിൽ അദ്ദേഹം അറിയുന്ന പോലും കാണത്തില്ല പലപ്പോഴും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഉൾക്കൊള്ളാൻ പഠിക്കുക, അല്ലെ? ഒരാളെ ഒരു വിമർശനമൊക്കെ വരുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പഠിക്കും. ഇങ്ങനെ അതിന് ഏറ്റവും ബെസ്റ്റ് ഒരു നെഗറ്റീവ് ഹാബിറ്റാണ് ഈ പെർഫെക്ഷനിസ്റ്റ് എന്ന്. പക്ഷെ അത് മോശമൊന്നുമല്ല. പക്ഷെ മറ്റുള്ളവരെയും കൂടെ ഉൾക്കൊണ്ട് വേണം ചെയ്യാൻ. മറ്റുള്ളവരുടെ ടോളറൻസ് കൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഒരാൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ അയാളുടെ കപ്പാസിറ്റി കൂടെ മനസ്സിലാക്കി പെരുമാറിക്കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആവും. ഓക്കെ, താങ്ക് യു. സാർ ഒറ്റ കാര്യമില്ല സാർ, അതുകൊണ്ടാണ് സാർ ഇപ്പൊ ഈ ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച് ആൾക്കാർ കൂടുതൽ പഠിക്കുകയും അതിനെക്കുറിച്ച് വലിയൊരു ഇപ്പൊ അടുത്ത കാലത്താണ് അതിന് കൂടുതൽ റെലവൻസ് ഉണ്ടാകും. ചിലപ്പോൾ ആന്റണി സാറിനും അറിയായിരിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യം, അല്ലെ? പലരും ഇന്റലിജൻസ് വളരെ അധികം അതിനെക്കുറിച്ച് തന്നെ വളരെ വലിയ രീതിയിൽ വർക്ക്ഷോപ്പുകളും ഈ ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച് തന്നെ ഈവൻ കോഴ്സസ് പോലും കണ്ടക്ട് ചെയ്യുന്ന ഒരു സമയമായി. വളരെ യൂസ്ഫുൾ ആണെന്നാണ് സാർ എനിക്ക് തോന്നുന്നത്, അല്ലേ സാബു സാറേ? എന്ന് വെച്ചാൽ അതിപ്പോ ഒരു ക്രൈറ്റീരിയ സാർ. ഇപ്പൊ ജോലിക്കാണെങ്കിലും ഏത് ഹയർ എഡ്യൂക്കേഷനാണെങ്കിലും ജോലി എടുക്കാനും ഒക്കെ അത് കമ്പൽസറി. നമ്മൾ പോലും അറിയാതെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. IAS കേട്ടില്ല, IAS ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് കേട്ടിട്ടില്ലേ? വളരെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ചോദിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഇമോഷണൽ റെസ്പോൺസ് കറക്റ്റായിട്ട് അവരെ സ്വീകരിക്കാനോ റിജക്റ്റ് ചെയ്യാനോ ഉള്ള കാരണമാകുന്നു എന്ന് പലരും എക്സ്പീരിയൻഷ്യലായിട്ട് പറയാറുണ്ട്. അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കും. അതെ അതെ, പണ്ട് IQ-നായിരുന്നല്ലോ കൂടുതൽ എല്ലാവരും IQ-നെ റിലേറ്റ് ചെയ്താണെങ്കിൽ ഇപ്പം IQ ഈക്വൽസ് EQ എന്നുള്ള ഒരു തരത്തിലേക്കും, അല്ലേ, പലരും അതിനെയൊക്കെ റിലേറ്റ് ചെയ്ത്. ശരിയാണെങ്കിൽ സഹവർത്തിത്വം ഉണ്ടാകത്തില്ല, അല്ലേ? സഹകരിച്ച് പോകാൻ. അതെ അതെ അതെ, അതിന്റെ വളരെ ഒരു എന്തായാലും അത് ഈ EA കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ പറഞ്ഞ പോലെ പലതരത്തിലും ആന്റണി സാറിന്റെ ഈ സബ്ജക്റ്റുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് സാറിന്റെ മുഴുവൻ കണ്ടന്റ് ഞാൻ കേട്ടില്ല. എന്നാലും കുറച്ചൊക്കെ നമുക്ക് അതിൽ കൂടെ ഈ കാര്യത്തിലൊക്കെ എത്താൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ചെറിയ ഒരു തോന്നല സാർ. താങ്ക് യു. ഓക്കെ, പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാറിൻ്റെ ക്ലാസ് വളരെ പ്രയോജനകരമാണ്. നമുക്കതിനൊരു നട്ഷലാണ്. ഇതിനൊന്ന് വികസിപ്പിച്ചാൽ മതി, അല്ലേ? താങ്ക് യു സാർ. താങ്ക് യു ആന്റണി സാർ വൺസ് അഗെയിൻ. സാറിൻ്റെ ബുക്കിനെ കുറിച്ചും പറഞ്ഞിരുന്നു. സാറിൻ്റെ ബുക്കിൻ്റെ ഒരു പോസ്റ്റർ എനിക്കൊന്ന് അയച്ചു തരണേ. അയച്ചു തരാം. നമുക്ക് നമ്മുടെ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഞാൻ സാറൊന്ന് ഇട്ടാലും മതി. സാർ എൻ്റെ സാറിന് വേറെ ഒത്തിരി ഗ്രൂപ്പുകളുണ്ടല്ലോ. ഇട്ടോളൂ. ഓക്കെ, തീർച്ചയായും. ആന്റണി സാറിന്റെ ബുക്ക് വായിക്കാൻ സാർ ഇത് തുടങ്ങിയ സമയത്ത് തന്നെ ഞാനത് ചോദിച്ചു സാർ, ഹൗ ക്യാൻ ഐ ഗെറ്റ് ദിസ് ബുക്ക് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ സാറേ, ഞാനത് പേഴ്സണലായിട്ട് ഞാൻ ഷെയർ ചെയ്യാവേ. ആയിക്കോട്ടെ സാർ. സാറും ചെയ്യല്ലോ സാബു? ഓക്കെ സാർ, റൈറ്റ്. ഓക്കെ, എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു. Okay, have a nice evening and a good night to you all. Okay, bye. Thank you. Bye. Thank you. Bye.